ആശ്രയിച്ച് ഈ തിരുവചന പഠനത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി കർത്താവിൻ്റെ ദാസനിലൂടെ നാം ദൈവസഭയെക്കുറിച്ചും അതിൽ ദൈവത്തിൻ്റെ കൃപയാൽ അംഗമാകുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുവദിച്ചതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെക്കുറിച്ചുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് കൂടി ഈ ബൈബിൾ ക്ലാസ് ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ വർഗീസ് ശാമൂൽ പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് അറിയിക്കും. ദൈവമായ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. എന്നോടൊപ്പം ഒരു നിമിഷം പ്രാർത്ഥിക്കും. വിശ്വസ്തനായ കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അവിടുത്തെ സഭയെക്കുറിച്ചും അവിടുന്ന് കൃപയാൽ ഞങ്ങളെയൊക്കെ അതിനകത്തെ അംഗങ്ങളാക്കി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഒക്കെ ബോധ്യപ്പെടുത്തിയല്ലോ. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഇതൊക്കെ അനുസരിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ, അങ്ങയുടെ ഹിതങ്ങൾ ഒക്കെ ചെയ്യുവാൻ കൂടുതൽ ബലം തന്ന് കരുത്ത് നൽകി സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനം 2 ദിവസം ക്ഷേമമായി സംസാരിക്കാൻ കർത്താവ് കൃപ കൊടുത്തല്ലോ. പിന്നെയും ഈ രാത്രിയിൽ ദൈവവചനം ഞങ്ങളോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കണമേ, അഭിഷേകത്താൽ ഉപയോഗിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഹായിക്കണം, ബലപ്പെടുത്തണം. ഞങ്ങളേവരെയും കർത്താവിൻ്റെ വചനത്തിലൂടെ അവിടുന്ന് ശുദ്ധീകരിക്കണം. അങ്ങയുടെ ഹിതം ചെയ്ത് ജീവിക്കാനുള്ള ഒരു ആത്മീയ ഉണർവായി ഈ വചന പഠനങ്ങൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കാരണമാകട്ടെ. അതിനായി അങ്ങ് സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയട്ടെ. കഴിഞ്ഞ 2 ദിവസമായി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വർഗീസ് ശാമൂൽ പാസ്റ്റർ നമ്മോട് ദൈവിക സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവചന പഠനം അത് ഏറ്റവും നന്മയും അനുഗ്രഹവുമാണ് ജീവിതത്തിന്. നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധരായിരിക്കുന്നു. തിരുവചനത്തിൻ്റെ പഠനം, അതിൻ്റെ ചിന്ത ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നതിന് കാരണം. ഇന്നലെ ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിച്ചു, 1-ാം നൂറ്റാണ്ടിലെ സഭ നാം പഠിക്കുമ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നതിന് അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോസ്തലനായ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരൊക്കെ അത് ചെയ്തു. പക്ഷെ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ നാം അതിൽ നിന്നൊക്കെ അകന്നുപോയി. സഭ എന്ന് പറഞ്ഞാൽ ബൈബിൾ ക്ലാസ് ഒക്കെ വളരെ കുറഞ്ഞു. ഇന്നലെ ദൈവത്തിൻ്റെ ദാസൻ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ കുറെ ഇളക്കപ്പെരുപ്പങ്ങളൊക്കെ നടത്തി ആളുകൾ സ്വയം തൃപ്തി അടഞ്ഞു പോകുന്ന ഒരു രീതി വന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ ഇതുപോലെയൊക്കെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ നാം അതിനകത്ത് വന്നിരുന്ന് കേട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണമാണ്, ഗുണീകരണമാണ്. നല്ല കാഴ്ചപ്പാടുകൂടി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായകമാണ്. വീണ്ടും ദൈവമായ കർത്താവ് അതിനായി നമ്മെ ഇന്നും ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ വർഗീസ് ശാമൂൽ പാസ്റ്റർ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ശബ്ദം വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും വന്ദനം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 3-ാമത്തെ സെഷനാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സഭ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ചില തിരുവചന വിശദീകരണങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇന്ന് ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയുള്ള 1 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു.
കാരണം പൂർത്തീകരിക്കണം എന്നുള്ളതുകൊണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. നമുക്കതിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. ദൈവസഭയ്ക്ക് തിരുവെഴുത്ത് നൽകുന്ന ചില വിശദീകരണങ്ങൾ, ചില വാക്കുകൾ, അതിൻ്റെ വിശദീകരണങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്ന മറ്റു ചില വാക്കുകളാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദപ്രയോഗമാണ് നാം ദൈവത്തിന്റെ ഭവനക്കാരാണെന്നാണ്. ദൈവത്തിന്റെ ഭവനം, അത് വളരെ അഭിമാനത്തോടു കൂടി ഒരു വിശ്വാസി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ഭവനമാണ്. അത് കേവലം ഭവനം എന്നതിൻ്റെ അപ്പുറത്ത് അതൊരു ദൈവഭവനമാണ്. ഫാമിലി ഓഫ് ഗോഡ് എന്നാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്തുനിന്ന് വലിയൊരു വിശദീകരണം കൊടുക്കുന്നതിന് പകരം ഞാൻ 1-2 കാര്യങ്ങൾ എടുത്തു പറയാം. ഒരു സഭ അന്തരീക്ഷം ഒരു ഭവനത്തിന്റെ അന്തരീക്ഷമാണോ? അങ്ങനെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പാസ്റ്റർമാരുടെ, ശുശ്രൂഷകന്മാർക്ക് 2 പ്രധാനപ്പെട്ട റോളുകളുണ്ട്. പാസ്റ്റേഴ്സാണ്, അവർ ഇടയന്മാരാണ്. അതേ സമയത്ത് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന 2 പദപ്രയോഗങ്ങളുണ്ട്. അമ്മയെപ്പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു. അമ്മയെപ്പോലെ. അപ്പൊ അമ്മയ്ക്കാണ് ആർദ്രത, മക്കളോടൊക്കെ ആർദ്രത തോന്നുന്നു അമ്മയ്ക്കാണ്. അതേ മനുഷ്യൻ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അപ്പനെ പോലെ ഉപദേശിച്ചു വളർത്തിയെന്നാണ്. അപ്പൊ ഇത് രണ്ടും ഒരാളിൽ വേണമെന്നുള്ളതാണ്. സ്നേഹവും വേണം, ശാസനയും വേണം. ശാസന മാത്രമാണെങ്കിൽ മക്കൾക്ക് അപ്പനോട് വെറുപ്പ് തോന്നും. അപ്പൊ തന്നെ സ്നേഹത്തിന്റെ ഒരു ലാളനയും ഒരു സ്പർശനവും ഉണ്ടെങ്കിൽ ആ ശാസനകൾക്ക് അവർക്ക് മനസ്സിലാകും ഇത് അവരെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന്, ഈ ശാസന ഇല്ലാത്ത ലാളനയാണെങ്കിൽ പിള്ളേരെ വഷളാക്കി കളയും, നശിപ്പിച്ച് കളയും. എല്ലാത്തിനും മിണ്ടാതിരിക്കുക, ഒന്നിനും പ്രതികരിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ഒരു അപ്പൻ ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതായി പോകും, അല്ലെങ്കിൽ അവർ നശിച്ചു പോകും. അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതിൽ 2 കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഒരമ്മയുടെ ആർദ്രതയും അപ്പന്റെ ശാസനയും അല്ലെങ്കിൽ ഉപദേശവും ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഉപദേശമാർക്ക് വേണ്ടിയാണ്. എന്നാൽ വിശ്വാസികളോട് പറയാനുള്ളത്, ദൈവസഭ എന്ന് പറയുന്ന ഒരു ഭവനമാണെങ്കിൽ സഭയിൽ വരുന്നവർക്ക് ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകേണ്ടത് ഒരു ബാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ 4-5 മക്കൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അതിനകത്ത് വിദ്യാഭ്യാസം ഒരുപോലെ അല്ല. എല്ലാവരും ഡോക്ടർമാരും എല്ലാവരും എഞ്ചിനീയറും ഒന്നും ആവത്തില്ല. ചില ഭവനങ്ങളിൽ 2 മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് 3 മക്കള്, അവർ 3 പേര് ഡോക്ടർമാരാണ്. ഓക്കെ, ഭാഗ്യമുള്ളവരെ, നല്ലവരെ. എന്നാൽ എല്ലാ ഭവനങ്ങളിലും അതുപോലെ തുല്യമായ വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഒന്നും പറ്റത്തില്ല. അപ്പൊ വിദ്യാഭ്യാസത്തിൽ വ്യത്യാസം ഉണ്ടാകും, ജോലിയിൽ വ്യത്യാസം ഉണ്ടാകും, വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകും, കളറിൽ വ്യത്യാസം ഉണ്ടാകും, സാമ്പത്തിക ഭദ്രതയിൽ വ്യത്യാസം, ഇതൊക്കെ വ്യത്യസ്തമാണ്. പറഞ്ഞതിന്റെ സാരം ഇതൊക്കെ വ്യത്യാസമാണെങ്കിലും ഭവനം ഭവനമാണ്, കുടുംബമാണ്, അത് സഹോദരങ്ങളാണ്. ആ ഒരു വലിയ ബന്ധം ദൈവസഭയ്ക്കകത്ത് ഉണ്ടെന്നുള്ള കാര്യം വിശ്വാസികൾ മറക്കാതിരിക്കുക. നമ്മുടെ സഭയിൽ ആൾക്കാർ ചിലപ്പോൾ ഒറ്റയ്ക്ക് കുടുംബം വിട്ട് ഇറങ്ങി വരുന്നവരാണ്. മാതാപിതാക്കൾ അവരെ കളഞ്ഞിട്ട് അവരിറങ്ങി വരുന്നവരാണ്. സഹോദരങ്ങൾ അവരെ തള്ളിക്കളയാറുണ്ട് വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പേരിൽ. അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വരുന്ന ജനം, ഒരാള് സഭയിൽ വരുമ്പോൾ അവർക്ക് എല്ലാവിധ സപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സഭാവിശ്വാസത്തിനുള്ളതാണ്. അതുകൊണ്ട് സഭയിൽ ഒരാൾ വന്നു കഴിയുമ്പോൾ ഒന്ന് മിണ്ടാനും ഒന്ന് സംസാരിക്കാനും ഒന്ന് ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, ഞാനാ ഇവിടുത്തെ മൂത്ത ആള്, അല്ലെ മൂപ്പനായിട്ട് ഇത്ര വർഷമായിട്ട് ഇരുന്ന ഒരാള് എന്നുള്ള ചിന്തയോടുകൂടി പുതിയ വിശ്വാസികളെ നമ്മൾ അവഗണിച്ചാൽ നമ്മുടെ സഭയിലുള്ള വരവ് കുറയും. അതേ സമയത്ത് ഒരു അന്തരീക്ഷം, പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം സഭയ്ക്കകത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആൾക്കാര് വരുമെന്നുള്ളതാണ്. ഇതിനകത്ത് എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലും പൗലോസ് പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. വേറെ വാക്കുകളുണ്ട് കേട്ടോ, ഞാൻ ആ വാക്കുകൾ അവഗണിക്കുകയല്ല, ഇതിന് വിശദീകരണം വേണ്ടി ഞാൻ അത് വിടുന്നു മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായ ദൈവത്തിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 3:14 പറയുന്നത്. അപ്പൊ സകല കുടുംബത്തിനും കാരണക്കാരനായ ഒരു പിതാവുണ്ടെന്നും ആ
ആ കുടുംബമാണ് ഭൂമിയിലെ കുടുംബത്തിന്റെ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവസഭ ഒരു ഭവനമാണെന്ന് തിരുവെഴുത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആ ഒരു അന്തരീക്ഷം അവഗണിക്കപ്പെടാതെ സ്വീകരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം സഭാ സമൂഹങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകണം. ആരും ഒറ്റപ്പെട്ടു പോയെന്നോ ആരും അവഗണിക്കപ്പെട്ടെന്നോ ചിലർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളെന്നൊരു ചിന്ത വരാതെ എല്ലാവരും ഉയർച്ച താഴ്ച കൂടാതെ. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇപ്പം വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും കാശുള്ളവരാണെങ്കിലും കാശില്ലാത്തവരാണെങ്കിലും നമുക്കാരെ അവഗണിക്കാൻ പറ്റിയല്ല. കാരണം വഴിയോരത്ത് യാചകനായി കഴിഞ്ഞ ഒരുവൻ കർത്താവിലേക്ക് വന്നാൽ അവനും ദൈവവേദലാണ്. ഇനി അംബാനി രക്ഷിക്കപ്പെട്ടു വന്നാലും അതുപോലെ കോടീശ്വരനെ ആര് രക്ഷിക്കപ്പെട്ടു വന്നാലും അവനും ദൈവവേദനായി തീരുന്നു. പക്ഷെ അവിടെ നമ്മൾ ഇവരെ രണ്ടുപേരെയും പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം രണ്ടുപേർക്കും കർത്താവ് കൊടുത്ത വില ഒന്നാണ്. അംബാനിക്ക് കൂടിയൊരു വിലയും ഒരു പാവപ്പെട്ടവന് കുറഞ്ഞ വിലയും കർത്താവ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, അവന് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ കർത്താവ്, നമ്മൾ ആദ്യം പഠിച്ച വാക്യം പറയുന്നത് പോലെ, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് എല്ലാവരും. അതുകൊണ്ട് ആർക്കും ആരെയും അവഗണിക്കാനോ പരിഹസിക്കാനോ അവഗണിക്കാനോ ഒന്നും കഴിയില്ല, പാടില്ല എന്നാണ് നമ്മൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന കാര്യം. ഇനി ഞാൻ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരാം. കർത്താവ് ഈ ആദിമസഭയിൽ, ആദിമസഭയിൽ എന്ന് പറയുന്നതിന് പകരം കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, ആൾക്കാരെ കർത്താവ് വിളിച്ച പേര് ശിഷ്യന്മാരെന്നാണ്. നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ശിഷ്യന്മാർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അല്ലാതെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വിശ്വാസികൾ എന്നുള്ള പദം കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന പദം കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. കർത്താവ് ഒരിടത്ത് പോലും ക്രിസ്ത്യാനി എന്ന് വിളിച്ചിട്ടില്ല ആരെയും. വിശ്വാസികളെന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എന്നാൽ ലേഖനങ്ങളിലാണ് വിശ്വാസികളും ആയവർക്ക് എഴുതുന്നതെന്നൊക്കെ പറഞ്ഞത് ലേഖനങ്ങളിലാണ്. നിങ്ങൾക്കറിയാലോ, ഈ ക്രിസ്ത്യാനി എന്നുള്ള പദം പോലും ബൈബിളിലെ ആരും ഇട്ടതല്ല, നാട്ടുകാർ വിളിച്ച വാക്യം എന്ന് പറയുന്നത്. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ, ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന പേര് വീണു. അവരെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, അനുഗമിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്, അല്ല കർത്താവ് വിട്ട പേരല്ല. പിന്നീട് നിങ്ങൾ കേട്ടെ, പക്ഷെ കർത്താവ് ഇവരെ വിളിച്ചത് എന്താണെന്നറിയാമോ? ശിഷ്യന്മാരെന്ന്. അതൊന്ന് എടുത്തു പറയുകയാണ് ഞാൻ. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ക്രിസ്ത്യാനിയാക്കിക്കൊള്ളാനല്ല, സകല ജാതികളെയും വിശ്വാസികളാക്കിക്കൊള്ളാനല്ല, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളാനാണ് കർത്താവ് പഠിപ്പിച്ചത്. എല്ലാവരും ഓർക്കണം, ദൈവസഭയ്ക്കകത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരികയും ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു പോവുകയും ചെയ്തു. ആദിമ കാലത്തുള്ള സഭയിലെ കണക്കെടുത്ത് നോക്കി, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകിയെന്ന് പറയുന്നത്. ശിഷ്യന്മാരുടെ എണ്ണം 5000 ശിഷ്യന്മാരുടെ എണ്ണം 10,000 പിന്നെ പറയുന്നത് ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദം വിശ്വാസികളല്ല, ശിഷ്യന്മാരാണ്. അപ്പൊ അതിനകത്തൊരർത്ഥമുണ്ട് കേട്ടോ. എന്താ അർത്ഥം എന്നറിയാമോ? കർത്താവിന്റെ മനസ്സിൽ വിശ്വാസികളെ ഒന്നും കർത്താവ് കണക്കൂട്ടിയില്ല. കർത്താവിനെ പിൻപറ്റുന്നവൻ ശിഷ്യനായിരിക്കണം എന്ന് തന്നെ കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തൻ്റെ കൂടെ നടന്ന ശിഷ്യഗണത്തെ കർത്താവ് പറഞ്ഞു വിട്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളും പോയി ശിഷ്യരെ ആക്കിയെടുക്കണം, മേക്ക് ദം ഡിസൈപ്പിൾസ്. അങ്ങനെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് കേട്ടോണം ഞാൻ പറയുന്നത്. ഈ ക്രിസ്ത്യാനിയാകാൻ ചിലവൊന്നുമില്ല. മർക്കോസ് എന്നോ മത്തായി എന്നോ വർഗീസ് എന്നോ ജോർജ് എന്നോ പേര് കേട്ടാൽ മതി, അവൻ ക്രിസ്ത്യാനിയാന്ന് പറയും. ഞാൻ പറഞ്ഞ കേട്ടോ, പേരിട്ടേച്ചാൽ മതി, ക്രിസ്ത്യാനി ആയിക്കോളും. വിശ്വാസിയാകണമെങ്കിൽ അതിന് വലിയ ചിലവൊന്നുമില്ല. ഏതെങ്കിലും ഒരു പള്ളി പോയാൽ മതി, വലിയ വിശ്വാസിയാണ്, അപ്പൊ പേര് കൊണ്ട് ക്രിസ്ത്യാനിയാകാം, പള്ളി പോകുന്നതുകൊണ്ട് വിശ്വാസിയാകാം. എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ശിഷ്യത്വത്തിന് വിലയുണ്ട്, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ആഗ്രഹിച്ചാൽ. അപ്പൊ അതൊരു ശിഷ്യത്വത്തിന്റെ കോസ്റ്റ്. കർത്താവ് പറയുമ്പോൾ തന്നെത്താൻ ത്യജിച്ച് സ്വന്തം ക്രൂശും എടുത്ത്, എൻ്റെ ക്രൂശൊന്നും എടുക്കണ്ട, കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ ആരോടും പറഞ്ഞില്ല, തൻ്റെ ക്രൂശും എടുത്ത് കർത്താവിന്റെ പിന്നാലെ ചെല്ലണം. അപ്പൊ ത്യജിക്കലുണ്ട്, സ്വീകരിക്കലുണ്ട്. ത്യജിക്കല് തന്നെത്താനാണ്, സ്വീകരിക്കല് കുരിശാണ്. എടുത്തുകൊണ്ടൊരു ഫോളോയിങ് ഉണ്ട്. കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കറിയാലോ, ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവുള്ളവനാണ്. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അനുഗമിക്കുന്നവനാണ്. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ
ഗുരുവിൽ നിന്ന് പഠിക്കുന്നവനാണ്. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോലെ മറ്റൊരുവനെ ശിഷ്യനാക്കിയെടുക്കുന്നവനാണ്. അത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. അത് വെറുതെ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൾക്കാരെ ശിഷ്യരാക്കി എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോലെ മറ്റൊരുത്തനെ ശിഷ്യനാക്കുന്ന തരത്തിൽ അവരെ നേടിയെടുക്കുന്ന, ഒരുക്കിയെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് വാസ്തവത്തിൽ ശുശ്രൂഷന്മാർക്കുള്ളത്. ഞാൻ ഇത് പറയുമ്പോഴേ ഒരു വാക്യം ഇനിയും വേറെ ഏതെങ്കിലും യോഗത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനൊരു വാക്യം അങ്ങ് പറഞ്ഞുവിടാം. അതെല്ലാ ഉപദേശിമാരും ഒന്ന് ശ്രദ്ധിക്കുകയും അതിനെ ഒന്ന് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് എഫേസ്യ ലേഖനത്തിനകത്തൊരു വാക്യമാണ്. 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. ആ വാക്യം എനിക്കറിയാം, നിങ്ങളിൽ ഭൂരിപക്ഷ ആൾക്കാർക്കും അറിയാം. ഈ ഐക്യതയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വന്നിട്ട് ഐക്യതയ്ക്ക് വേണ്ട ക്വാളിറ്റികള്, ക്വാളിഫിക്കേഷൻസ്, ഐക്യതയുടെ ആസ്പെക്ട്സ്, അതിന്റെ കാരണങ്ങള്, അതിന്റെ ഘടകങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ വന്നിട്ട് ഈ ഐക്യത നിലനിർത്തുവാൻ ദൈവസഭയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ചില ഉദ്യോഗ വൃന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ആ വാക്യം എടുത്തൊന്ന് നോക്കും, നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ വാക്യം കൃത്യമായിട്ട് ഇടക്കിടപ്പുണ്ട്. അവിടെ പറയുന്നത് 2-3 കാര്യമുണ്ട്. അതിന്റെ ആദ്യത്തെ വാക്യം അവൻ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. ആദ്യത്തെ വാക്ക്, ആ വാക്യത്തിന്റെ പ്രാരംഭ വാക്ക്, ആ വാക്യം അവസാനിപ്പിക്കുന്നിടത്ത് കിടക്കുന്ന വാക്ക് നിയമിച്ചിരിക്കുന്നു എന്നാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്തിൽ ആർക്കും ആരെയും ഉപദേശിമാരായിട്ട് നിയമിക്കാൻ പറ്റിയല്ല. ഒരേ ഒരാൾക്ക് ആ നിയമനം ഉള്ളൂ. ഒന്നുകൂടെ പറയാം, നമുക്കൊരാളെ പാസ്റ്ററായിട്ട് നിയമിക്കാൻ പറ്റിയല്ല, നമുക്കൊരാളെ അപ്പോസ്തലനാക്കാൻ പറ്റിയല്ല, നമുക്കൊരാളെ സുവിശേഷനാക്കാൻ പറ്റിയല്ല, നമുക്കൊരാളെ അധ്യാപകനോ ഇടയനോ ആക്കാൻ പറ്റില്ല. നിങ്ങളെ ഓർക്കണം, അവിടെ ഉപദേഷ്ടാവ് എന്നുള്ള വാക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ഉപദേശിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഉപദേശിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചു നോക്കിക്കോളൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിലാണ്. പഠിപ്പിക്കുന്നവൻ എന്ന് തന്നെയാണ് ആ വാക്യം അവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ അധ്യാപകരായും ചിലരെ ഇടയന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇടയന്മാരെ നിയമിച്ചു. അപ്പൊ നിയമനം കർത്താവിൻ്റെതാണ്. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ഒത്തിരി ചോദ്യമുണ്ട്. ഈ ഓർഡിനേഷനൊക്കെ ശരിയാണോ പാസ്റ്റർ എന്നൊക്കെ ചോദിക്കാം. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഒരാളെ പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിങ്ങളുടെ മുമ്പ് വെക്കുന്നു. ഇതിനകത്ത് ഇരിക്കുന്ന പാസ്റ്റർമാരൊക്കെ ഒന്ന് പഠിച്ചു നോക്കി വെച്ചാൽ മതി. ഞാൻ അതിലൂടെ തൽക്കാലം കടക്കുന്നില്ല. എന്നാൽ ഈ നിയമനം കർത്താവിൽ നിന്നാണെന്നുള്ളൊരു കാര്യം വലിയ ഉറപ്പാണ്. കാരണം ആർക്കും ആരെയും സുവിശേഷ വേലയ്ക്ക് വിളിക്കാൻ പറ്റിയില്ല. മനുഷ്യർക്ക് ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർക്കോ അപ്പനും അമ്മയും സമർപ്പിച്ചെന്ന് പറഞ്ഞൊന്നും നമുക്ക് കർത്താവിന്റെ വേല ചെല്ലാൻ പറ്റിയല്ല. ദൈവം നമ്മളെ വിളിച്ച് നിയമിക്കണം, എങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടാം. രണ്ടാമത്തെ കാര്യം, അവൻ ചിലരെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും സുവിശേഷന്മാരല്ല, എല്ലാവരും പാസ്റ്റർമാരല്ല, എല്ലാവരും അധ്യാപകരല്ല. പക്ഷെ നമ്മുടെ ഇടയിൽ ശുശ്രൂഷകൻ എന്ന് പറയുന്ന 2 കൂട്ടരേ ഉള്ളൂ. 2 ബാക്കിയൊക്കെ ഇച്ചിരി കുറവുള്ളവരാണ്. അതിൽ ഒന്നാമത്തെ കൂട്ടർ പാസ്റ്റർമാർ. എല്ലാവരും പാസ്റ്റർമാരാണല്ലോ. നമ്മൾ ആരെങ്കിലും കയറി പ്രവാചക എന്ന് വിളിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ സാറെന്ന് വിളിക്കാറുണ്ടോ? പാസ്റ്റേഴ്സ് ആണ്, പാസ്റ്റേഴ്സ്. ഇനി ടീച്ചിങ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പാസ്റ്റർ എന്നേ വിളിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഒരു ശുശ്രൂഷ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നത് പ്രവാചകനാണ്. അതിങ്ങനെ സഞ്ചരിച്ച് പ്രവചിക്കുക, ആ പരിപാടിയാണ് പ്രവാചകർക്കുള്ളത്. ഇതിന്റെ അപ്പുറത്തൊരു ശുശ്രൂഷ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരാളെ അധ്യാപകനായിട്ട് ഓർഡിനേഷൻ ചെയ്യുന്നത് അസംബ്ലീസോ കൂടി ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ പ്രവാചകനായിട്ട് ഓർഡിനേഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ അപ്പോസ്തലനായിട്ട് ഓർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ ആകെ ഓർഡിനേഷൻ എന്ന് പറയുന്ന പാസ്റ്റർ എന്നൊരു തസ്തിക മാത്രമേ ഉള്ളൂ. സുവിശേഷകനായിട്ട് ഓർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തോ പന്തികേട് ഉണ്ടെന്ന് തന്നെയാണ്. തൽക്കാലം അത് ഞാൻ വിടുന്നു. അത് ചർച്ചയ്ക്ക് നിങ്ങൾക്ക് വിടുകയാണ്, എൻ്റെ കേൾവിക്കാർക്ക് വിടുകയാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ഈ 5 കൂട്ടരെ ദൈവസഭയ്ക്ക് കർത്താവ് കൊടുത്തെന്നാണ് പറഞ്ഞത്, ദാനങ്ങളായി കൊടുത്തെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത വാക്യമാണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കേണ്ടത്. അത്
പല പരിഭാഷകളിൽ വായിക്കാനും പഠിപ്പിക്കാനും എനിക്ക് പറ്റും. നിങ്ങൾ ഇംഗ്ലീഷിലെ 2-3 വേർഷന് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഏതെങ്കിലും വേർഷനകത്ത് എടുക്കുന്ന ആ ഭാഗം ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഇച്ചിരി മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഞാനിത് POC ബൈബിൾ ഒന്ന് വായിക്കാം. POC ബൈബിൾ 12-ാമത്തെ വാക്യം POC ബൈബിൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും. കേട്ടോണേ, ഇതെന്ന് പറയുന്നത് തൊട്ട് മേളിൽ പറഞ്ഞിരിക്കുന്ന 5 പേരെ കൊടുത്തിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ് ഇത് എന്ന് പറഞ്ഞാൽ നിയമിച്ചിരിക്കുന്നത്. തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ അത് പറഞ്ഞിങ്ങനെയാണ്, നിയമിച്ചിരിക്കുന്നത് എന്ന് പറയണം. അതാണ് എൻ്റെ കറക്റ്റ് കണക്ഷൻ. അവരെ നിയമിച്ചിരിക്കുന്നത്, കേട്ടോണം, ഇത് വിശുദ്ധന്മാരെ പരിപൂർണരാക്കുന്നതിനും, മേക്ക് ദം പെർഫെക്റ്റ്, വിശുദ്ധന്മാര് പെർഫെക്റ്റ് ആയി മാറണം, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും. എല്ലാവരും കേട്ടോണേ, ശുശ്രൂഷയുടെ ജോലി. നമ്മുടെ ബൈബിളിനകത്തും ശുശ്രൂഷയുടെ വേലയ്ക്കൊന്നും കണ്ട പറയുന്നത്, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. ഇനി ബാക്കി താഴോട്ട് കുറെ കാര്യങ്ങളുടെ കിടപ്പുണ്ട്, അത് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടാം. പക്ഷെ മിനിമം ഇത്രയും കാര്യം പാസ്റ്റർമാർ ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഇത്? ഇംഗ്ലീഷിനകത്ത് വായിക്കുമ്പോൾ എന്തോ അത് അവിടെ പറഞ്ഞ ഇങ്ങനെയാണ്, അത് വിശുദ്ധന്മാരെ പൂർണ്ണരാക്കുന്നതിനും എന്ന് പറഞ്ഞാൽ മേക്ക് ദ, എന്താ പറയുന്നത്, സെയിൻസ് ടു പെർഫെക്റ്റ് എന്നാണ്. അതാണ് ആ വാക്ക്, മേക്ക് ദം പെർഫെക്റ്റ്, അവരെ പരിപൂർണരാക്കി എടുക്കുക. രണ്ടാമത്തത് ശുശ്രൂഷയുടെ ജോലി ചെയ്യുക. ശുശ്രൂഷ മനസ്സിലായി, ശുശ്രൂഷ മിനിസ്ട്രി, അതിന്റെ വേല ചെയ്യുക. മറ്റൊന്ന് ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ്. ഇത് കത്തോലിക്ക പരിഭാഷ വായിച്ചതേ ഉള്ളൂ, ബൈബിൾ കിടപ്പുണ്ട്. മനസ്സിലായോ? അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതു എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബിൽഡപ്പ്, ക്രിസ്തുവിന്റെ ശരീരത്തെ പണിയുക. അപ്പൊ ഞാൻ ഇതിനെ പല വേർഷൻ, അതിനകത്ത് ഒരു വേർഷൻ എനിക്ക് തോന്നുന്നു KJVക്കകത്ത് കൊടുത്തിരിക്കുന്നത് ഹിസ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാണ്. അവന്റെ ഉദ്ദേശമോ, ഈ കാര്യങ്ങളെ കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശമോ. NIVക്കകത്ത് കൊടുത്തിരിക്കുന്നത് ടു പ്രിപ്പയർ ഗോഡ്സ് പീപ്പിൾ എന്നാണ്, വിശുദ്ധന്മാരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊരു വേർഷന് ഞാൻ വായിച്ചത് ടു എക്വിപ്പ് ദ സെയിൻസ് എന്നാണ്, വിശുദ്ധന്മാരെ സജ്ജമാക്കുക. മറ്റേത് ഒരുക്കുക എന്നുള്ള വാക്കാണ്. നിങ്ങൾ ഈ 3 വാക്കുകളൊന്ന് മനസ്സിൽ വെച്ച്, 1 മേക്ക് ദം പെർഫെക്റ്റ്, 2 എക്വിപ്പ് സജ്ജമാക്കുക, 3 പ്രിപ്പയർ ഒരുക്കിയെടുക്കുക. എന്നിട്ട് പറയുന്നത് അറിയാമോ? അടുത്ത വാക്യം അത് തുടരുന്ന ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പണിയുക എന്ന വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പണിയുക എന്ന വേലയ്ക്ക്. അപ്പൊ സഭയെ പണിയുന്ന വേലയ്ക്ക് വിശ്വാസിയെ പെർഫെക്റ്റ് ആക്കി എടുക്കുക, സജ്ജമാക്കി എടുക്കുക, ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 വൃന്ദങ്ങളിലൂടെ, 5 കൂട്ടരിലൂടെ ദൈവത്തിന്റെ ഇന്റൻഷൻ. ഇതൊന്നും വർഗീസ് സാമുവേൽ എടുത്ത വാക്കുകളല്ല, ഇതെല്ലാം ബൈബിൾ വേർഷൻസിൽ നിന്ന് ഞാൻ എടുത്ത വാക്കുകളാണ്. അപ്പൊ ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് ആരും പറയരുത്. വളരെ കൃത്യതയോടെ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്ന വളരെ കാര്യമായ ഒരു പഠിപ്പിക്കലാണ്. ഒരു പ്രവാചകനാണെങ്കിലും, ഒരു പാസ്റ്റർ ആണെങ്കിലും, ഒരു പാസ്റ്റർ ആണെങ്കിലും, ഒരു അധ്യാപകനാണെങ്കിലും, ഒരു സുവിശേഷകനാണെങ്കിലും ശുശ്രൂഷിക്കുന്നതിലൂടെ ഒരു വിശ്വാസി, സെയിൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിന്റെ ജനം, വിശുദ്ധന്മാർ, മലയാള പരിഭാഷ, ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തികളെ എല്ലാവരും കേൾക്കണേ. കർത്താവിന്റെ ശരീരമായ സഭ, നമുക്കറിയാം, നമ്മളത് പഠിച്ചാണ്. കർത്താവിന്റെ ശരീരമായ സഭയെ ബിൽഡപ്പ് ചെയ്യുക, പണിയുക എന്ന ഒരു വേല എല്ലാ വിശ്വാസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ അതിനു വേണ്ടി പണി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ പരിപാടി. അല്ലാതെ ഒരു സ്ഥലത്ത് നിന്നൊരു പ്രവചനം കീച്ചിട്ട് കാശും വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടിയല്ല. വാങ്ങിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ആത്യന്തിക ഉദ്ദേശം അവിടെ ഉള്ള ഒരു വ്യക്തി കർത്താവിന്റെ സഭ പണിയാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്.
ഞാൻ പഠിപ്പിക്കുന്നതിലൂടെ ഒരു സഭ ഭിന്നിപ്പിക്കപ്പെടുകയല്ല, ഒന്നിപ്പിക്കപ്പെടുക. അതുവരെ ഞാനൊരു സഭയിലെ അംഗമാണ്, വന്നിരുന്ന് കേട്ട് കണ്ടു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത്, അയ്യോ അതല്ല, എനിക്ക് ഇതിന്റെ അപ്പുറത്ത് കർത്താവിന്റെ സഭയോടൊരു ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് ചെയ്തു തീർക്കേണ്ട ഒരു കടപ്പാടുണ്ട്, ഒരു ബാധ്യതയുണ്ടെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി കർത്താവിന്റെ സഭയുടെ പണിക്ക് ഭാഗവാക്കായി തീരുവാൻ ഒരു വിശ്വാസിയെ ഒരുക്കുക എന്നുള്ളതാണ് ദൈവം ഈ ഉത്തരവ്. പിന്നെ പറയുന്നുണ്ട് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവപുത്രനെ കുറിച്ചുള്ള അറിവിന്റെ ഐക്യത, പിന്നെ താഴോട് പറഞ്ഞ ദുരുപദേശങ്ങൾ, കാറ്റിനാൽ, ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളെ പോകാൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒരു കാര്യമല്ല, ഒരു 9 കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമയം പോലെ ഒന്ന് പഠിച്ചു നോക്കി. അത് പഠിപ്പിക്കാനാണെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഞാൻ അത് പറയാതെ ഇത് മാത്രം ഒറ്റൊരു കാര്യം പറയാം. നിങ്ങളുടെയൊക്കെ സഭകളിൽ ഞാനത് ആവർത്തിച്ച് പറയാണ്, സുവിശേഷം പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും, ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, ഒത്തിരി സഭകളിൽ പോകുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാത്ത ആരെങ്കിലും തിരിപ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. സൗരങ്ങളെ, മറിഞ്ഞിരിക്കുന്നവരും മറിയാതിരിക്കുന്നവരെല്ലാം ഒന്ന് കേട്ടെ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരാളെങ്കിലും കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്? ഒരു ചോദ്യം വെക്കുകയാണ് ഞാൻ. ഒരാളെങ്കിലും കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ടോ? ഇനി കർത്താവിന് വേണ്ടി ഒരാളെ നേടാൻ നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഞാൻ അതിനെയൊക്കെ എൻ്റെ ഭാഷയിൽ ഞാൻ അതിനെയൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കുക. ഈ നമുക്ക് അക്ഷരികമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 വർഷം മക്കളില്ലെങ്കിൽ ഒരു വിഷമം ആൾക്കാരുണ്ടാകാറ്. എന്നെ പ്രാർത്ഥിക്കാറുണ്ട്, ചികിത്സിക്കാറുണ്ട്. ഇനി ഒരെണ്ണത്തിന് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. എനിക്ക് 6 വർഷം കഴിഞ്ഞ് കിട്ടിയായിരുന്നു മക്കളെ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അപ്പം മക്കളില്ലാതിരിക്കുന്നവർക്ക് മക്കളില്ല. അപ്പൊ സഹോദരിമാരോട് ചോദിച്ചാൽ മതി അതിന്റെ നൊമ്പരം എന്താണെന്നോ, അതിന്റെ ആ മുറിവിന്റെ വേദനയും ആഴും എന്തോന്നൊക്കെ കൃത്യമായിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഈ സഹോദരന്മാർ അത്രയും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ ഒരു അക്ഷരിക കുഞ്ഞില്ലെങ്കിൽ നൊമ്പരവും വേദനയും പ്രാർത്ഥനയും സങ്കടവും ഒക്കെ അവശേഷിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആത്മീയ ശിശുവിനെ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ ആത്മീയ എന്തായാലും പറയുന്നത് മച്ചിമാരാണ്, മക്കളില്ലാത്തവരാണ്. പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കല് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജയിലിൽ വെച്ച് ജനിപ്പിച്ച എൻ്റെ മകൻ. അത് അക്ഷരാർത്ഥി ജനിപ്പിച്ചല്ല, നിങ്ങൾക്ക് അറിയാലോ, ഒരു ആത്മീയ ശിശു. അതെന്ത് സന്തോഷമാണെന്നറിയാം നമുക്ക്. പൗലോസിനെ കുറിച്ചും തീത്തോസിനെ കുറിച്ചും തിമത്യോസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ നിജപുത്രൻ എന്നാ പറയുന്നത്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് അധ്യാപകർ, നിങ്ങളെ പഠിപ്പിച്ച സാറുമാര് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ പിതാവ് ഞാനാണ്, ആത്മീയ പിതാവ്. ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചവൻ ഞാനാണെന്ന് പൗലോസ് പറയുന്നത്. അപ്പൊ ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. എന്താണ്? നമുക്ക് ഒരു ആത്മീയ പിതാവും മാതാവും ആവാൻ പറ്റും. നമുക്ക് കുഞ്ഞുങ്ങൾ വേണം, പക്ഷെ നമുക്ക് ആർക്കും ഒരു സങ്കടം അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കർത്താവ് ഇത്രയും കാലം വിശ്വാസിന്നു, വെള്ളത്തിൽ മുങ്ങി രാവിലെയും വൈകുന്നേരത്ത് സഭായത്തിൽ പോരുന്നു, കുത്തിയിരുന്ന് തുള്ളുകയും മറിയുകയും അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആത്മാക്കളെ നേടും, സാക്ഷിയാകും എന്നുള്ള ഒരു കാര്യത്തെ മാത്രം ഒന്നും എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിനകത്തൊരു കുറ്റബോധം ഉണ്ടാവട്ടെ. ഞാൻ എൻ്റെ ഈ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പകരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഭാരം അതായിട്ട് മാറട്ടെ. ഒരാത്മീയ ശിശു ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു നൊമ്പരം ഉണ്ടാവട്ടെ. ഞാൻ 2 സംഭവങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഓടിപ്പോകാം കേട്ടോ. 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാനൊരു വിദേശ രാജ്യത്ത്, ഒരു ഗൾഫ് രാജ്യത്ത് ഒരിക്കലും ശുശ്രൂഷിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു വീട്ടിലൊരു ഭവന പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. ആ വീട്ടിലെ സഹോദരി അന്നൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അവർക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര സങ്കടവും വിഷമവും വേദനയൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ കൂട്ടുകാരിക്ക് ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് വരാൻ പറ്റുന്നൊരു വീഡിയോയ്ക്കകത്ത് വരണം കേട്ടോ. ഒരു കൂട്ടുകാരിക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് കേട്ടു. ഉണ്ടായിരുന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷം. കൂട്ടുകാരിയാണ്, കൂടെ പഠിച്ച അങ്ങോട്ട് സഹോദരിയാണ്. ഈ പുള്ളിക്കാരി എന്തെന്ന് അറിയാമോ? ഈ കൊച്ചിനെ കാണാൻ പോയി. ഭർത്താവിനെ വിളിച്ചോണ്ട് എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കാണാൻ പോയി. അതൊരു ഹിന്ദു സഹോദരിയായിരുന്നു ഈ കൂട്ടുകാരി. അപ്പൊ ഇവർക്ക് ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ
ആ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെ അമ്മ വളരെ തന്ത്രപൂർവം ഈ സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തില്ല, കൊടുക്കാതെ അങ്ങ് മാറ്റി. പ്രത്യേകിച്ച് ഇവർക്കൊന്നും തോന്നിയില്ല. കുഞ്ഞിനെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോന്നു. കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പറ്റാത്തതിന്റെ ഒരു സങ്കടം പുള്ളിക്കാരുടെ മനസ്സിൽ ബാക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നീട് അറിയുന്നത്, ഈ പ്രസവിക്കാത്ത സ്ത്രീകളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു ദോഷം ഉണ്ടാകുന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണെന്ന് അവർ പിന്നീട് അറിയുന്നു. അപ്പൊ ഈ പുള്ളിക്കാരുടെ ഭാഷ്യം, ഈ സാക്ഷി പറഞ്ഞ സഹോദരന്റെ ഭാഷ്യം, അവർ പറഞ്ഞ ഇങ്ങനെയാണ്: എനിക്കത് കേട്ടിട്ട് എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കുഞ്ഞിനെ തരാത്തതിന്റെ കാരണം ഇതാണ് എന്നറിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞത്: മുറിക്കകത്ത് കയറി വാതിൽ വലിച്ചടച്ച് കമന്ന് കിടന്ന് കർത്താവിനോട് ഉറക്കം നിലവിളിച്ചു. എൻ്റെ പൊന്നു കർത്താവെ, എനിക്ക് നിന്ന് സഹിക്കാൻ പറ്റിയാണ്, എനിക്ക് മക്കളെ തരണം, എനിക്ക് മക്കളെ തരണം. ഇവർ അലറി കരഞ്ഞെന്നാ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ 3 ചെറുക്കന്മാർ അവിടെ ഇരിപ്പുണ്ട് അവരുടെ മക്കളായിട്ട്. പണ്ടത്തെ സാക്ഷി പറഞ്ഞതാ. അവരെന്ന് പറഞ്ഞ്, കർത്താവ് എനിക്ക് മക്കളെ നൽകി അനുഗ്രഹിച്ചു, പിറ്റേ വർഷം എനിക്കൊരു കുഞ്ഞിനെ നൽകി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി സാക്ഷ്യം പറഞ്ഞു. ഞാൻ അന്നേരം ഓർത്തേ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മക്കളില്ലെന്ന് എനിക്ക് തോന്നുന്നത് ആ കാലയളവിലാണ്. ഞാൻ ഓർത്തൊരു കാര്യം, ഒരു കുഞ്ഞില്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഉള്ളിൽ എത്ര നൊമ്പരമുണ്ട്. 10, 20, 30 വർഷമായി കർത്താവിനെ അറിഞ്ഞിട്ടും ഇന്ന് വരെ ഒരു ആത്മാവിനെ കർത്താവിലേക്ക് നേടാതെ ജീവിക്കുന്ന എത്ര എണ്ണം നമ്മുടെ സമൂഹത്തിനുണ്ട്. ആൾക്കാർ പറയുന്ന ഒരു മെയിൻ കാരണം എന്താണെന്നറിയാമോ? അവർ പറയുന്ന ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല പാസ്റ്റേ, സുവിശേഷം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ ഉപദേശിമാരാണ്, പാസ്റ്റർമാരാണ്. കാരണം ഇവിടെ എഴുതി വെച്ചേക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ടു പ്രിപ്പയർ ഗോഡ്സ് പീപ്പിൾ. കർത്താവിന്റെ ജനത്തെ ഒരുക്കിയെടുക്കുക. എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ ജനത്തെ എന്തിനു വേണ്ടി ഒരുക്കിയെടുക്കേണ്ടത്? ടു ബിൽഡ് അപ്പ് ദി ചർച്ച്. അങ്ങനെയാണ്, സഭയാം കെട്ടിടത്തെ പണിയുവാൻ. എന്നിട്ട് ഒരു വാക്കൂടെ പറഞ്ഞു, ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പണിയാൻ വേണ്ടിയാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ പണിയുന്ന ഉത്തരവാദിത്ത സഭാ വിശ്വാസികൾക്കുള്ളതാണ്. അവരത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർക്കത് അറിയില്ലെന്നുള്ളതാണ്. അവർക്കത് അറിയുന്നില്ലെങ്കിൽ അതിന്റെ കുറ്റം ഉപദേശിമാർക്കുള്ളതാണ്. ഞാൻ പറഞ്ഞത് കുറച്ചു പേരെങ്കിലും കേട്ട് കാണുമല്ലോ. നമ്മളൊക്കെ കേൾക്കുന്നവർക്ക് വേണ്ടി പറയാം. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ ഒരു പ്രാർത്ഥന: കർത്താവേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പേരുദോഷം അങ്ങ് മാറും. മക്കളില്ലാത്തവൾ എന്നുള്ള പേരുദോഷം മാറും. അറ്റ്ലീസ്റ്റ് ഒരാളെയെങ്കിലും നിത്യതയ്ക്കോട് ഒരുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ നേടിയില്ലെങ്കിൽ, നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ആത്മീയ എന്താ പറയുക മച്ചികളായിട്ടാണ് സ്വർഗത്തിൽ ചെല്ലാൻ പോകുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഒരു ആഹ്വാനം നൽകുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ 2 കാര്യം പറയാമെന്ന് പറഞ്ഞു. അതിൽ ഒരു കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഒരിക്കൽ ഒരു ആണ്ടർതി യോധന, നിങ്ങൾക്കറിയാലോ, വാച്ചിനായിട്ട് പ്രയർ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. ഈ എന്താണ് പറയുന്നത്, ന്യൂ ഇയർ മെസ്സേജുകൾ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഒരു പ്രാവശ്യം എനിക്ക് വന്നൊരു മെസ്സേജ്, ഈ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളതിന് പകരം ഒരു മെസ്സേജാണ്. അതിനകത്ത് അയാൾ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, എല്ലാവരും കേൾക്കണേ, കണ്ണടച്ചിരിക്കരുത് ആരുവേ. എന്തായാലും നിങ്ങൾ കണ്ണടച്ചിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഉറങ്ങുവാണെന്നും അറിയത്തില്ല. എനിവേ, പുള്ളി പറഞ്ഞിങ്ങനെയാണ്, ആ മെസ്സേജ് ഇങ്ങനെയാണ്: നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ ദൃശ്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ദൃശ്യം മനസ്സിലാവുമല്ലോ അല്ലേ? അത് നമുക്ക് പരിചയമുള്ള ഒരാളെ കർത്താവിൻ്റെ അടുക്ക് കാണുമ്പോഴാണ്. നിങ്ങളെ ചിന്തിച്ച്, നമ്മുടെ കർത്താവ് നമ്മളെല്ലാവരും എടുക്കപ്പെട്ടു മേളിൽ ചെന്ന് എത്ര ആൾക്കാരെ അറിയത്തില്ലോ, കോടാനുകോടി വിശുദ്ധന്മാരാണല്ലോ, എല്ലാവരും കൂടെ ഉള്ള വലിയൊരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളും ചെന്ന് വിട്ടു. മുഖം നോക്കി നടക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ പരിചയമുള്ള നിങ്ങളുടെ സഭയിലുള്ള ഒരാളെ കാണുവാണെങ്കിലോ നിങ്ങളുടെ സന്തോഷം എന്തായിരിക്കും അല്ലേ? ഓ, പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളുടെ പാസ്റ്ററെ കാണുവാണെങ്കിലോ ആർക്കും ഒരു സന്തോഷവും ഇല്ലെന്ന് തോന്നല്ലേ? ഇയാൾ ഇവിടെ കയറി വന്നോന്ന് ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മുടെ പരിചയമുള്ള മുഖങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓ, പ്രൈസ്. എനിക്കറിയത്തില്ല എന്താണ് അതെങ്ങനെ നമുക്ക് പ്രകടിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്ക് വന്ന സന്ദേശം അതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഒരു വാചകം കൂടി ഉണ്ട്.
അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ ആ വാചകം വീണ്ടും ഒന്നുകൂടെ എഴുതി വെക്കുകയാണ്. എന്താണെന്നറിയോ? നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു മുഖം നാം അവിടെ കാണുന്നെങ്കിൽ അത് സുന്ദരമാണ്. എന്നാൽ ആ മുഖം അവിടെ വരുന്നതിന് കാരണം നമ്മളാണെങ്കിൽ അതാണ് ഏറ്റവും സുന്ദരമായ ചിത്രം. ഹലോ, എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ആ മുഖം അവിടെ വരുന്നതിന് കാരണക്കാർ നിങ്ങളാണെങ്കിൽ, അഥവാ നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടാണ് ആ വ്യക്തി അവിടെ വന്നെങ്കിൽ, ഒരു നിത്യത മുഴുവൻ ഒരു കിരീടവും കിട്ടിയില്ലെങ്കിലും മനസാക്ഷിക്കകത്ത് സന്തോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഒരു മുഖം മതി. ഞാൻ പറഞ്ഞ സത്യമില്ലയോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചോണം, കർത്താവേ, ഞാൻ ഇല്ലാതായി തീരുന്നതിന് മുമ്പേ എന്നെ ആൾക്കാർ ചുമന്നുകൊണ്ട് പോയി ചെയ്യാത്ത അവദാനങ്ങളെല്ലാം കൂടെ വർണ്ണിച്ച് എന്നെ കുഴിച്ചിടുന്നതിന് മുമ്പ്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ചത്ത് കിടക്കുന്നവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർ നമ്മൾ ചത്ത് കിടക്കുമ്പോൾ പറയും. അച്ചായനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും സ്വർഗത്തെക്കാൾ ഉന്നതനുമായി തീർന്നൊരു മനുഷ്യൻ ലോകത്ത് കാണത്തില്ലെന്നും ഒക്കെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർണ്ണിച്ചിട്ട് നമ്മളെ കുഴിച്ചിടത്തുള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് മേളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളോട് പറയാൻ പറ്റുന്ന വാക്കുകൾ എന്തായിരിക്കും? ഞാൻ ഈ ബൈബിൾ കോളേജിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ബൈബിൾ സ്റ്റുഡൻസ് എനിക്കുണ്ട്. ബൈബിൾ കോളേജിൽ നാട്ടിൽ പഠിപ്പിക്കുമ്പോഴാണ് അതിനകത്ത് ഭൂരിപക്ഷം പേര് പാസ്റ്റേഴ്സ് ആവും. ഇവിടെ പഠിക്കുന്നവരെല്ലാവരും പാസ്റ്റർമാരാവുന്നില്ല, എന്നാൽ പഠിച്ച ഒത്തിരി പേര് പാസ്റ്റർമാരായിട്ടുണ്ട്. ഇവിടെ ഈ UK പാസ്റ്റർമാരായിട്ടുണ്ട്. പാസ്റ്റർമാരാവുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ മേളിൽ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ കെട്ടുകണക്കിന് കിരീടങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കർത്താവ് നമുക്ക് കിരീടങ്ങൾ തരുന്നു. ഒരു കിരീടം, അതിന് മണ്ട ഒരു കിരീടം, ആ കിരീടമൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ഭയങ്കര ത്രില്ലായിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒരു കിരീടവും കിട്ടിയില്ലെങ്കിലും നാം കർത്താവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ നോക്കിയിട്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു ശബ്ദം ആ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെയും ദൂതന്മാരുടെയും മധ്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ദൈവ പൈതലിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് കിരീടമല്ല, പ്രശംസയല്ല, യജമാനന്റെ വായിൽ നിന്നും കേൾക്കുന്ന ആ ഒരു വാചകം, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. അത്ര ഒന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നവും പ്രവൃത്തിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം കൂടെ വിടുകയാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പം ആത്മാക്കളെ നേടുന്ന ശിഷ്യനെ ആക്കിയെടുക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ സഭകളിൽ ബഹുഭൂരിപക്ഷം വിശ്വാസികളും സുവിശേഷം പറഞ്ഞറിയാത്തവരാണ്. അതിന് ഉത്തരവാദി പാസ്റ്റർമാരാണ്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മണ്ഡലം കുറ്റം പൊക്കത്തില്ല. കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതാണ്, നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ ശുശ്രൂഷന്മാർ എന്ത് ചെയ്യണം? സുവിശേഷം പറയാൻ പഠിക്കണം. തല്ലുകൊള്ളാത്ത രീതിയിൽ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ പഠിക്കണം. നമ്മൾ പഠിച്ച മാത്രം പോരാ, നമ്മുടെ വിശ്വാസികളും പഠിക്കണം. ബ്രദറെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്തോ നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ഞാൻ ഇപ്പോൾ പാസ്റ്ററെ വിളിക്കാം എന്ന് പറഞ്ഞ് പാസ്റ്ററെ വിളിച്ച് സുവിശേഷം പറയിപ്പിക്കേണ്ട ഗതികേട് വിശ്വാസിക്ക് ഉണ്ടാവാതെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പറയാൻ നമ്മുടെ വിശ്വാസികൾ പഠിച്ചിരിക്കണം. അല്ലാതെ ഉള്ള യോഗങ്ങളിൽ മുഴുവൻ ദാവീദിനെ വലിച്ചിട്ട് കീറി, ഞാൻ ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നു, ഈ കുന്തവും കൊളുത്തും വടിയും കൊടിയും കല്ലും ഒക്കെ വലിച്ച് എറിഞ്ഞ് മനുഷ്യന്റെ തലമണ്ട കീറാതെ, പലർക്ക് ഈ വിശ്വാസികളുടെ മണ്ടയ്ക്കിട്ടൊരു കീറണമെങ്കിൽ ഏതെങ്കിലും സങ്കീർത്തന വാക്യം എടുത്തുകൊണ്ട് വരും. അത് വളരെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ചില പറയുന്നുണ്ട്, പണ്ടാരണ്ട് ഒരു വിശ്വാസിയും രക്ഷിക്കപ്പെടാത്തൊരു ഹിന്ദുവും കൂടെ റോഡിൽ നിന്ന് സംസാരിച്ച ഉടനെ പാസ്റ്റ് കണ്ടു. അന്ന് പാസ്റ്റ് പ്രസംഗിച്ചെന്നറിയാമോ? ക്രൈസ്ത ലോർഡ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. അപ്പം സഹോദരി സംസാരിച്ചത് പാപിയുടെ വഴിയിലും ദുഷ്ടന്മാരുടെ ആലോചനയാണെന്ന് ഉപദേശിക്ക് തോന്നിയതിന്റെ പേര് മുട്ടം വഴക്കായി, മുട്ടം പ്രസംഗമായി. പ്രസംഗം കഴിഞ്ഞ് യോഗം കഴിഞ്ഞപ്പോൾ മുട്ടം വഴക്കായി. അത് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു, എനിക്കിത് മനസ്സിലായില്ല. അപ്പം അത് നിങ്ങളെനിക്ക് കേട്ടുകഴിവല്ല, ഐ വാസ് ദർ, ഞാൻ അതിനകത്തുണ്ടായിരുന്നു. യോഗം കഴിയുമ്പോൾ സൗകര്യം എന്നോട് പറയാം, ഷായ് സാറേ, ഇയാൾ ഇന്ന് പ്രസംഗിച്ച് എനിക്കിട്ടതാകിയതാ, ഞാൻ എൻ്റെ കൊച്ചിന്റെ ട്യൂഷൻകാരി അവിടെ പറഞ്ഞത്, ഇയാൾ വിചാരിച്ചാൽ ഇയാൾക്ക് ഇതിനായിട്ട് പറഞ്ഞു ഇയാൾ ഇന്ന് എടുത്തിട്ട് പ്രസംഗിച്ചതെന്ന് പറഞ്ഞ് മുട്ടം വഴക്കായി. അപ്പൊ ഈ സങ്കീർത്തനം വായിച്ച് ഈ മനുഷ്യന്റെ മണ്ടക്കിട്ട് കീച്ചാനും കൊട്ടാനും ഉള്ള അവസരങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് പ്രസംഗിച്ച് കർത്താവിനെ കുറിച്ച് പറയാനുള്ള ആവേശം നമ്മുടെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത്
പറയാൻ ആവേശം ഉണ്ടാകുമ്പോൾ പറയാനുള്ള കഴിവൂടെ നമുക്ക് അവർക്ക് ഉണ്ടാക്കിയെടുത്ത് ഒരു വ്യത്യസ്തരായ മനുഷ്യരായി നമ്മുടെ വിശ്വാസികൾ മാറുവാൻ നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. പക്ഷെ ഇനിയും വേദോസിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മണവാട്ടി എന്നാണ്. അത് അറിയാം, നമ്മളിങ്ങനെ മിക്കവാറും നമ്മുടെ പാടിനകത്തൊക്കെ ഉണ്ടല്ലോ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്ന പാടാറുണ്ട്, മണവാട്ടിയായി ഈ കാത്തിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ പ്രത്യാശാഗാനങ്ങൾ മുഴുവൻ ആ തരത്തിലുള്ള വരികളാണ്. അപ്പം അത് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തു എന്ന ഏക പുരുഷനും നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിലൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും ധരിച്ച് ചെന്ന് കല്യാണം കഴിച്ച് മണിയറവാസം എന്നൊക്കെ നമ്മൾ പറയുന്ന ചില പദപ്രയോഗങ്ങൾ. മണിയറവാസം എന്നും പറഞ്ഞൊരു പദപ്രയോഗം തന്നെ ബൈബിളിനകത്ത് ഇല്ല. ഉണ്ടോ? നമ്മളങ്ങനെ പാടുമല്ലോ, മണിയറവാസം ഭൂമിയിൽ ആരംഭിച്ചിടാൻ എന്നൊക്കെ പാടാറുണ്ട്. പക്ഷെ ബൈബിളിനകത്ത് മണിയറവാസം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാറുമാരെ സതീഷ് ക്ഷമിക്കണം കേട്ടോ, എൻ്റെ പരിമിത അറിവുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അറിവില്ലായ്മയാണെന്ന് തന്നെ പരിഗണിച്ചാൽ മതി. പിന്നെ മധ്യാകാശ മണിയറയിൽ, മധ്യാകാശത്ത് എന്ന മണിയറയ്ക്കകത്ത് താമസിക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, ബൈബിളിനകത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാവം അറിവില്ലായ്മയുടെ ഭാഗത്തേക്ക് തള്ളിയിടുന്നു. പക്ഷേ കർത്താവിൻ്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ എഫേസ്യർ 5-ാം അധ്യായത്തിനകത്ത് ഈ ഭാര്യമാരെ എന്ന് പറഞ്ഞുകൊണ്ടും ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടും പൗലോസ് വിശദീകരിക്കുന്നതിന്റെ അവസാനം ഞാൻ ക്രിസ്തുവിന് സഭയെ സംബന്ധിച്ച് അത്രേ പറയുന്നത്. ഇതൊരു അക്ഷരാർത്ഥത്തിലുള്ള ഭാര്യാഭർത്തൃ ബന്ധമായിട്ടോ, നമ്മുടെ ഇടയിൽ കുഞ്ഞാടിന്റെ കല്യാണം നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. പണ്ട് ആരണ്ട് പ്രസംഗിച്ചപ്പോൾ ആരണ്ട് കേട്ടോടെ എന്തൊരു ഹിന്ദു അങ്ങോട്ട് പറഞ്ഞെന്നാ പറഞ്ഞു. അല്ല, ഹിന്ദു അല്ല, ഒരു മുസ്ലിം. ഇവരിനി അവിടെ ചെന്ന് കുഞ്ഞാടിനെ കെട്ടാൻ പോകാൻ. നമ്മുടെ നാട്ടിൽ പാമ്പിന്, അല്ല മുസ്ലിം അല്ല ഹിന്ദു ആണ്, പാമ്പിന്റെ കല്യാണവും പട്ടിയുടെ കല്യാണവും പശുവിനെ കെട്ടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ഇവര് ആടിനെ കെട്ടാൻ പോകുന്നതൊക്കെ ചോദിച്ച ഒരു സംഭവം കിടപ്പുണ്ട്. പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം എന്താണ് നമ്മൾ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നതോടൊന്ന് പൊതുജനത്തെ കേൾക്കാൻ വേണ്ടി പറയുന്നത് നല്ലതാണ്. എനിവേ, ഞാൻ ആ ഭാഗം വിട്ടു. എന്നിട്ട് തിരിച്ചു വന്നു നോക്കിയേ, ഇത് ക്രിസ്തു സഭയും തമ്മിലുള്ള ആഴമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന, അടുപ്പത്തെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗങ്ങളാണ് ഈ വേദഭാഗങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ എടുത്തേച്ചാൽ മതി. നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നതും ഏറ്റവും അടുത്ത ബന്ധമുള്ളതും നമ്മുടെ കർത്താവ് തന്നെയാണ്. മറ്റാരും നമുക്ക് അതിന് തുല്യം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനിയും ഒരു ബൈബിൾ വാക്യം എടുത്ത് അതിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ഒരു വാക്യമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെടാറാകും. നിങ്ങൾ കണ്ടുകാണല്ലോ വാക്യം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെടാറാകും. അപ്പുറത്തും ഇപ്പുറത്തുള്ള വാക്കുകളൊക്കെ തൽക്കാലത്തേക്ക് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം മാത്രം എടുക്കാം. കൈപ്പണി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കൈപ്പണി. നിങ്ങളോട് അർത്ഥം ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ എന്ത് ഉത്തരം പറയുന്നത് എനിക്കറിയത്തില്ല. എനിവേ, കൈപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് കൈകൊണ്ട് പണിത എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, വർക്ക്മാൻഷിപ്പ്. പക്ഷേ ആ വാക്കിന്റെ ശരിക്കുള്ള ഒറിജിനൽ അർത്ഥം എന്ന് പറയുന്നത്, ആ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മാസ്റ്റർ പീസ് എന്നാണ്. ഒന്നുകൂടെ പറയാം, മാസ്റ്റർ പീസ്. നിങ്ങൾ ഓർക്കുക, സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്കുകളും ഞാൻ എടുത്തില്ല, ഞാൻ കുറച്ച് വാക്കുകൾ എടുത്തുള്ളൂ. ഇനിയും വാക്കുകൾ വേദപുസ്തകത്തിനകത്ത് ഇനിയും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടും എല്ലാം പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മുടെ ആ തുടങ്ങി വെച്ചിടത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നതായിരിക്കും. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് മാസ്റ്റർ പീസ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, ഉത്കൃഷ്ടമായത്. മലയാളം അങ്ങനെയാണ്, ഉത്കൃഷ്ടമായത്, ഉത്കൃഷ്ട സൃഷ്ടി, ഏറ്റവും മെച്ചം എന്നൊക്കെയാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഒരാൾ പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ, കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലതിനെ നമ്മൾ പറയും ഇന്ന ആളുടെ മാസ്റ്റർ പീസാന്ന് പറയും. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാള് അയാളുടെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചതിനെ പറയും മാസ്റ്റർ പീസ്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ്.
ഇനി ഒരു ശില്പം ഉണ്ടാക്കുന്ന വ്യക്തി, ഉദാഹരണം മനസ്സിലാവുമല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ശില്പിയുടെയോ ഒരു ചിത്രകാരൻ്റെയോ ഒരു എഴുത്തുകാരൻ്റെയോ ഇനി വാട്ടവർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഒരെണ്ണെ കാണത്തുള്ളൂ. പക്ഷെ പൗലോസ് ഇവിടെ പറയാണ് ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണെന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാകാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം, ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണോ സഭ? അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒന്ന് രണ്ട് ചിന്തകൾ, ഞാൻ പോയ വഴികളിലൂടെ നിങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഏറ്റവും നല്ല സൃഷ്ടി, ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി, അതാണ് സഭ എന്നാ പറയുന്നത്. അതറിയണമെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് ഓർക്കണം. ദൈവം ഈ കാണുന്ന, എന്നെ കേൾക്കണേ നിങ്ങളെ, ദൈവം ഈ കാണുന്ന സൃഷ്ടപ്രപഞ്ചത്തെ, ദൃശ്യപ്രപഞ്ചത്തെ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെന്നാ പറയുന്നത്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഒരു പണിയില്ല, ഉണ്ടായി. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. അങ്ങനെ ദൈവം സകലത്തെ സൃഷ്ടിച്ചത്. ഇനി അല്പം മെനക്കെട്ടുണ്ടാക്കിയെന്ന് പറയുന്നത് മനുഷ്യനെ മാത്രമാണ്. ഭൂമിയിൽ നിന്ന് മണ്ണ് കുഴച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കി എന്നൊക്കെയാണ്. അപ്പം മെനക്കേട് ഉണ്ടാക്കിയത് നമ്മളെയാണ്. അത് കഴിഞ്ഞ് സ്ത്രീയെ ഉണ്ടാക്കിയപ്പോൾ അതിനേക്കാളും വലിയ മെനക്കേട് തമ്പുരാനുണ്ടായി. ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനാൽ മനുഷ്യനെ ഉണ്ടാക്കിയില്ല, ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനാൽ സ്ത്രീയെ ഉണ്ടാക്കിയില്ല. ഇത് രണ്ടു മാത്രമാണ് ദൈവം തമ്പുരാൻ ഇച്ചിരി പണിയെടുത്തുള്ള പണിയായത്. അതിന് വലിയ സമയമൊന്നും എടുത്തെന്ന് പറയുന്നില്ലല്ലോ. അപ്പം ദൈവത്തിന് കഴിഞ്ഞു. ഇനിയും സഹോദരങ്ങളെ, ഇനി നിങ്ങൾ സഭയുടെ കണക്കിലേക്ക് ഒന്ന് വന്നു നോക്കി. നമ്മളെ സഭ പഠിക്കുമ്പോൾ പണ്ടൊരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ആദാമിന്റെ ഉറക്കത്തിൽ നിന്ന് ഭാര്യ ഹൗവ ഉണ്ടായെങ്കിൽ കാൽവറി ക്രൂശിലെ കർത്താവിന്റെ ക്രൂശ് മരണത്താൽ തന്റെ മാറു വിളർന്നതിലൂടെ ഒഴുക്കപ്പെട്ട രക്തത്തിന്റെ അനന്തരഫലമായിട്ടാണ് സഭ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. സഭയ്ക്ക് ദൈവത്തിന് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ കേട്ടെ, ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണം കൊണ്ട് ദൈവ സകലത്തെ ഉന്മയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ സഭ എന്ന് പറയുന്ന ഈ മഹനീയമായ സൃഷ്ടിയെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് വില കൊടുക്കേണ്ടത് തന്റെ പുത്രന്റെ ജീവൻ തന്നെയാണ്. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചെന്നാ പറയുന്നത്. എനിക്ക് വ്യാഖ്യാനിച്ചും പറഞ്ഞു തരാനാണെങ്കിൽ വാക്യങ്ങൾ ഇഷ്ടംപോലെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിവിന് വേണ്ടി ഇത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയാം. എഫേസ്യരുടെ 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം പോലെ, 9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം പോലെ ഒന്ന് വായിക്കുന്നതാണ്. കാരണം ദൈവസഭ ഉൽപ്പത്തി പുസ്തകം, ബൈബിൾ ഭാഷയത്തിൽ പറഞ്ഞാൽ ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ്, പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് അറുക്കപ്പെട്ട ദൈവം കുഞ്ഞാടെന്നാണ് പറയുന്നത്. അപ്പൊ സഭയെ പുറത്തു കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചതല്ല, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. അത്ര വലിയൊരു പ്രവൃത്തിയാണ്. അതാണ് ദൈവം പ്രവാചകന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ അനവധി പ്രാവശ്യം ആവർത്തിച്ചുരുവിട്ട് കാലങ്ങളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ സഞ്ചരിച്ച് ആ പ്രത്യാശ ജനഹൃദയങ്ങളിൽ പകർന്ന് ദൈവം ഒരു ജനതയെ കണ്ടെത്തി ആ തലമുറകളെ സൂക്ഷിച്ച് ഇങ്ങേറ്റം വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, പൗലോസിന്റെ ഭാഷയിൽ പൗലോസ് പറഞ്ഞിങ്ങനെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് അയച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം ഇതൊരു ഒരുക്കമായിരുന്നു, ഇതൊരു അത്ഭുതമായിരുന്നു, ഇതൊരു സാക്ഷാത്കാരമായിരുന്നു, ഇതൊരു നിവർത്തിയായിരുന്നു. ഒരു വെറുതെ സംഭവിച്ചൊരു കാര്യമല്ല. ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ മരണവും മരണത്താൽ ഉളവായ ദൈവസഭയും അതൊരു യാദൃച്ഛികമല്ല, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ മനസ്സിൽ മറിഞ്ഞു കിടന്ന വലിയൊരു മർമ്മമാണ്. അത് നിങ്ങൾക്ക് എഫേസ്യരിലെ 3-ാം അധ്യായം അവിടെ ഒരു വാക്കുണ്ട്, അനാദി കാലം മുതൽ ദൈവത്തിൽ മറിഞ്ഞു കിടന്ന മർമ്മം എന്ന് പറയുന്നുണ്ട്. അനാദി കാലങ്ങൾ, അനാദി എന്നുള്ള വാക്കാ 3-ാം അധ്യായത്തിൽ പറഞ്ഞത്. അനാദി എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചെങ്കിൽ അനാദി എന്ന് പറയുമ്പോൾ ആദിക്ക് മുമ്പുള്ള കാലം എന്ന് ഞങ്ങൾ കണക്കൂടി വെച്ചാൽ മതി. ആദിക്ക് മുമ്പുള്ള കാലം, അന്ന് മുതൽ ദൈവത്തിന്റെ മനസ്സിൽ കിടന്ന, തിരുമനസ്സിൽ കിടന്ന ആ മർമ്മത്തിന്റെ തെളിവാണ്, അല്ലെങ്കിൽ നിറവാണ്, നിവൃത്തിയാണ് കർത്താവിന്റെ സഭ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അത് കർത്താവിന്റെ രക്തം കൊടുത്ത് കർത്താവ് വാങ്ങിച്ചതാണ്. ഇനി അതിനെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിന് വരുന്ന കഷ്ടങ്ങളെയും, അവിടെ അങ്ങനെ പത്രോസ് ലേഖനത്തിൽ വാക്യം കിടപ്പുണ്ട്, ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും കുറിച്ച് എഴുതി വെച്ച പ്രവാചകന്മാർ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഹലോ? പിൻവരുന്ന പ്രവാചകന്മാർ, അല്ല, അത് എഴുതി വെച്ച പ്രവാചകന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്തെന്നറിയാമോ?
ഇത് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ എഴുതുന്നത്? അവരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവരിത് എഴുതി വെക്കാൻ തുടങ്ങി. ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങളെ കുറിച്ചുള്ള അരുളപ്പാട് അവർ കിട്ടിയപ്പോൾ അവരിത് എഴുതി വെക്കാൻ തുടങ്ങി. അവരിത് എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് തന്നെ ആവേശമായി. അയ്യോ, ഇത് വലിയൊരു അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ എഴുതി വെക്കുന്നത്. ദൈവപുത്രന്റെ ഭൂമിയിലേക്കുള്ള വരവും കഷ്ടപ്പാടും അതിലൂടെ ഉയർത്തെഴുന്നേൽപ്പും അതിന്റെ പിന്നിലൂടെ സംഭവിക്കുന്ന ദൈവസഭയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് അവരിങ്ങനെ എഴുതിക്കൊണ്ടപ്പോ അവർക്കൊരു ആകാംക്ഷ. അവർ ദൈവത്തോട് ചോദിച്ചു, ആ പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിച്ചു, ഞങ്ങൾ ഇത് ആർക്കു വേണ്ടി എഴുതുന്നത്? ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ? ഞങ്ങളുടെ കാലത്ത് ഇത് നടക്കുമോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവോട്, ക്രിസ്തുവിന്റെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് പൊക്കോളൂ, നിങ്ങൾക്കായിട്ടുള്ളതല്ല. പക്ഷെ ഇന്ന് പൈതങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കർത്താവ് ഇത് നമുക്ക് വേണ്ടി ചെയ്തതാ. അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു വാക്യം ഞാൻ പറയാം. കർത്താവിന്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നത് കാണുവാനും നിങ്ങൾ ഈ കേൾക്കുന്നത് കേൾക്കുവാനും ആഗ്രഹിച്ച കാതുകളുണ്ടെന്നാ പറഞ്ഞു. കാരണം ഇത് എഴുതി വെച്ചവർക്ക് ആകാംക്ഷ ഉണ്ടായി, ആവേശമുണ്ടായി. അവരാവേശഭരിതരായി. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ ദീർഘദർശനത്തിൽ കണ്ട യെശയ്യാവ് കൃത്യമായിട്ട് എഴുതി വെച്ചു. ദാവീദ് ദർശനത്തിൽ കണ്ട് എഴുതി പോലെ എഴുതി വെച്ചു. കാര്യം അവർക്കെല്ലാം ഇത് എഴുതി വെക്കുമ്പോൾ മശിഹയെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും അത് കാണാനുള്ള യോഗം ഉണ്ടായില്ല. അത് കാണാനുള്ള യോഗം ശിഷ്യന്മാർക്കുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത് കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഈ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെ ദൈവത്തിന്റെ തിരുമനസ്സിലെ അനാദി കാലങ്ങൾക്ക് മുമ്പ് മറിഞ്ഞു കിടന്ന വലിയ മർമ്മത്തിന്റെ സാക്ഷാത്കാരമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്ത് പറഞ്ഞത്? ഇത് മാസ്റ്റർ പീസ് ആണെന്ന് പറയാനുള്ള കാരണം, ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ്. ദൈവം സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ സൃഷ്ടി കർത്താവിന്റെ സഭയാണ്. അതിന് കൊടുത്ത വിലയും അതിൻ്റെ അടുത്തുള്ള ഒരുക്കവും അതിന്റെ നിവൃത്തിയും അതിന്റെ പൂർത്തീകരണവും അതിന്റെ സാക്ഷാത്കാരവും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തമ്പുരാന്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉന്നതമായ സൃഷ്ടി ദൈവത്തിന്റെ സഭ തന്നെയാണ്. അതാണ് പൗലോസ്. അപ്പൊ അതിന്റെ വാക്കുകൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ തൽക്കാലം അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. അപ്പം ഇനി നമ്മൾ പഠിച്ച വാക്കുകൾ, എഫേസ്യയിലെ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പത്രോസ് പറയുന്ന മനോഹരം ഒരു വാക്കുണ്ട്. ആൾക്കാരങ്ങ് വിട്ടുപോകാൻ തോന്നല്ലേ? ക്ലാസ് മനസ്സിലായതുകൊണ്ടാണോ മനസ്സിലാവാത്തതുകൊണ്ടാണോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ പിന്നെ പകുതിയോളം ആൾക്കാരായി കഴിഞ്ഞ ദിവസം വന്നതിനേക്കാളും. അതിനായിട്ട് കർത്താവിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞത് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. നിങ്ങൾ നോക്കണം, നേഷൻ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും, റോയൽ പ്രീസ്റ്റ്ഹുഡ്, വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. എത്ര വാക്കുകൾ കൊണ്ടാണ് അവിടെ സഭയെ വിവരിച്ചിരിക്കുന്നത് അറിയാമോ? കാരണം ഒരു വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത് കൊണ്ട് സ്വന്തം ജനമാണെന്നും വിശുദ്ധ വംശമാണെന്നും രാജകീയ പുരോഹിതവർഗമാണെന്നും വിശുദ്ധ ജാതിയാണെന്നും ഒക്കെ പറഞ്ഞാണ് പത്രോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു സാധാരണ വിളിയല്ല ദൈവസഭ എന്ന് പറയുന്നത്, സഭയുടെ അംഗമാകാം എന്ന് പറയുന്നത്. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്കും എന്തിനാണ് സഭയ്ക്കകത്ത് വന്നതുപോലും ഒന്നും അറിയാതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നല്ലാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആഴം മനസ്സിലാക്കി, ഒരു സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നവരും വളരെ ചുരുക്കം ആൾക്കാരാണ്. ചിലർ ഞായറാഴ്ച മാത്രം വന്ന് ഒരു കസേര ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. അവിടെ വന്നിരുന്നിട്ട് അവരവരുടെ പാടിനു, അവർക്ക് വേറെ ഒരു ഉത്തരവാദിത്വം ഇല്ല. അതേസമയത്ത് എല്ലാ ദിവസവും നേരത്തെ കടന്നു വന്ന് കസേര ഇടുന്ന ആൾക്കാര്, പായിടുന്ന ആൾക്കാര്, കഷ്ടപ്പെടുന്ന ആൾക്കാര്, കഞ്ഞി വിളമ്പുന്ന ആൾക്കാര്, പാത്രം കഴുകുന്ന അത് അവന് പറഞ്ഞു വെച്ചിരിക്കുന്ന പോലാണ് ആൾക്കാരുടെ വരവും പോക്കും. ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നിട്ട് കഴിച്ചിട്ടിരുന്നിട്ട് പോകും. അതിനൊന്നും ഒരു നാണമില്ല. സാമ്പത്തിക സഹായങ്ങൾ അതും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ സഭയ്ക്ക് അതിനകത്തൊരു ഉത്തരവാദിത്തമുണ്ട്. സഭയിലെ വിശ്വാസത്തിന് ഉത്തരവാദിത്തമുണ്ട്. ആരെയും കർത്താവ് വെറുതെ വിളിച്ചിട്ടില്ല. വിളിയുണ്ടോ അതിനകത്തൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാളെ ഞാൻ പേര് വല്ലി വിളിക്കുകയാണ്, അയ്യോ ബ്രദറെ ഇങ്ങോട്ടൊന്ന് വാ എന്നും പറഞ്ഞ് എന്റെ വിളിയിട്ട് നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചുമ്മാ വിളിച്ച വെറുതെ ഒന്ന് വിളിച്ചാണ്. നിങ്ങൾക്ക് എന്തോ തോന്നും?
ഇവന് പ്രാന്താന്ന് തോന്നില്ലേ? ചുമ്മാ വിളിച്ചു. എന്തൊരു ചുമ്മാ വിളി? ചുമ്മാ വിളിയില്ല. വിളി ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ചു എന്ന് പറയുമ്പോൾ പരമവിളിയുടെ വിരുദ്ധനായി വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ തിരുവെഴുത്തിനകത്ത് സ്വർഗീയ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഹൈ കോളിംഗ് ആണ്, ഉന്നതമായ വിളി, ഹെവൻലി കോളിംഗ്, സ്വർഗീയമായ വിളി. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചു. നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളെ വിളിച്ചു എന്ന് പറയുന്നതും നിങ്ങളെ ബക്കിംഗ്ഹാം പാലസിലേക്ക് രാജാവ് നിങ്ങളെ കാണാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് വേറെ വിളിയാ. ഞാൻ വിളിച്ച വിളി പോലൊന്നും കണക്കുകൂടിയല്ല. അത് അതിനേക്കാൾ എത്രയോ ഉന്നതമാണ് തമ്പുരാൻ നമ്മളെ വിളിച്ചു എന്ന് പറയുന്നത്. ആ വിളിയെ വെറുതെ കണ്ടുകൊണ്ട് സഭായോഗത്തിന് വന്ന് ഇരുന്ന് തീർക്കുന്നതാണെങ്കിൽ നമ്മൾ വേസ്റ്റുകളാണ്. വെറുതെ ഒരു സീറ്റ് കളയുന്ന മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമ്മളെ കർത്താവ് വിളിച്ചതിൻ്റെ പിന്നിൽ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു ഉത്തരവാദിത്വം. അത് സഭ ചെയ്തേ പറ്റത്തുള്ളൂ. അത് സഭയിൽ ഉപദേശിമാർ തിരിച്ചറിഞ്ഞിട്ട് സഭയെ അതിനുവേണ്ടി ഒരുക്കിയെടുത്ത് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പൊ ഈ വാക്കുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു നിർവചനം ഉണ്ടാക്കിക്കോളൂ. ശരീരം എന്ന് പറഞ്ഞു, ആട്ടിൻകൂട്ടം എന്ന് പറഞ്ഞു, മണവാട്ടി എന്ന് പറഞ്ഞു, ഭവനം എന്ന് പറഞ്ഞു, നമ്മൾ എടുത്തില്ല കർത്താവിന്റെ ശരീരം എന്ന് പറഞ്ഞു, ശിഷ്യന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞു, കൃഷി എന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞ ദൈവത്തിന്റെ മാസ്റ്റർ പീസാണ്. ഇതിനകത്തെല്ലാം ഓരോ ഉദ്ദേശങ്ങളും ഞാൻ പറഞ്ഞു. എല്ലാറ്റിനകത്തും ഒരു പർപ്പസ് ഉണ്ട്, ആ ഒരു വിശദീകരണത്തിനകത്ത്, അല്ലെ ആ ഒരു അഭിസംബോധനയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സഭയ്ക്ക് നിർവചനം കൊടുക്കേണ്ടത്. അതാണ് സഭ. അല്ലാതെ രക്ഷിക്കപ്പെട്ടൊരു കൂട്ടം, ആത്മാവിൽ ആരാധിക്കുന്നവരുടെ കൂട്ടം. ആത്മാവിൽ ആരാധിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കൂട്ടത്തിനകത്ത് സഭാ സമൂഹത്തെ നിർത്താതെ ഉപദേശിമാരാണെങ്കിലും വിശ്വാസിയാണെങ്കിലും കുറെ കൂടെ വിശാലമായി ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു നല്ല സഭയും ഒരു പ്രവർത്തിക്കുന്ന സഭയും ആയി തീരുവാൻ നമ്മളെക്കുറിച്ചൊക്കെ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ച വചനമല്ല, വിശുദ്ധ വേദോസിനകത്തുള്ളൊരു വചനമാണ്, വേദോസിനകത്തുള്ള വചനമാണ്. ഇനിയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങള് ഈ നമ്മുടെ ഇങ്ങനെ കേട്ടു പർപ്പസ് ഡ്രിവൺ ചർച്ച എന്ന് പറഞ്ഞ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങളെ? പർപ്പസ് ഡ്രിവൺ ലൈഫ്, ലൈഫ് എന്നാണ് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു പുസ്തകമുണ്ട്, വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. അത് ആരുടെയാണ്? റിക് വാറൻ. ആരാ പറഞ്ഞ ആർക്കായി സ്തോത്രം. യെസ്, റിക് വാറൻ. പർപ്പസ് ഡ്രിവൺ ചർച്ച എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് വായിക്കണം. മനസ്സിലായോ? നിങ്ങൾ ഭക്തി കൂടിയിട്ട് ബൈബിള് മാത്രം വായിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. വല്ലപ്പോഴും ഒക്കെ ലോക കാര്യങ്ങൾ അറിയണം. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഒരു സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്. ഞാൻ കൺസൈസ് ആയിട്ട് പറയാം. പ്രാർത്ഥന സഭയ്ക്ക് ആവശ്യമാണ്. രണ്ടാമത്തത് ആരാധന സഭയ്ക്ക് ആവശ്യമാണ്. കേട്ടായിരുന്നോ? ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധന 2 മണിക്കൂറേ ഉള്ളൂ. അല്ല, 2 മണിക്കൂർ ഇല്ലല്ലോ. നമ്മുടെ ആരാധന വെളിപ്പെടുന്ന എപ്പോഴാണ്? രണ്ടാമത്തെ പാട്ടിന്റെ അവസാനം അല്ലേ? അതിന് മുമ്പ് വെളിപ്പെടത്തില്ല, വെളിപ്പെടാതെ മറിഞ്ഞിരിക്കുകയാണ്. പൊട്ടി വരുന്നത് ട്രമ്പിന്റെ സ്പീഡ് കൂടുമ്പോഴാണ്. അത് വിട്ടിരിക്കുന്നത് ഞാൻ. ഓക്കെ, ഇനിയും അതിനപ്പുറത്ത് നിർവചനം വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോണം. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ഈ ചില പാസ്റ്റർമാർക്ക് ഇങ്ങനെ രസമുണ്ട്. സമയം ഓടിപ്പോന്ന് എനിക്കറിയാം. പാസ്റ്റർമാർക്ക് ചില രസമുണ്ട്. എന്നറിയാമോ? അവരെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വല്ലതും പിടിച്ച് അവർ കൈയടിക്കത്തില്ല, പാട്ട് പാടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മിണ്ടാ പ്രാണികളായിട്ട് പിടിച്ചിരിക്കും. അത് പ്രത്യേകിച്ച് പാട്ടൊക്കെ പാടുന്ന കൃപയൊക്കെ ഉള്ള കക്ഷികളാണെങ്കിൽ ഒരനക്കം അനക്കത്തില്ല. അതങ്ങോട്ട് 1.5 മണിക്കൂർ മനുഷ്യനെ തറയെ നിർത്താതെ ചാടെ ഓടെ കൈവൊക്കെ കാലുവൊക്കെ എന്നും പറഞ്ഞ് വർഷിപ്പ് ലീഡർമാരെന്ന ഊപ്പാടും പതക്കേടും വരുത്തിയിട്ട് അങ്ങോട്ട് ഇരുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ കാതികനല്ല ഈ കഥാനായകൻ അങ്ങോട്ട് എഴുന്നേറ്റിരുന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. അപ്പൊ ഇതുവരെ ആരാധിച്ചൊന്നും പോരാ. ഇനി അങ്ങേരെ ആരാധിപ്പിച്ചാലേ ആരാധന ആവത്തുള്ളൂ. അങ്ങേര് ഇതുവരെ അവിടെ ചൊറിയും കുത്തി ഇരിക്കുമായിരുന്നു. ഇനിയിപ്പം ഈ പാടുപെട്ട മനുഷ്യനെ വീണ്ടും എഴുന്നേൽപ്പിച്ച് നിർത്തി അവരുടെ ഊപ്പാട് പതക്കൂടെ വരുത്തും. അപ്പോഴത്തേന് പുള്ളിയുടെ 1/2 മണിക്കൂർ പോയി കിട്ടും കേട്ടോ. ബാക്കി പടായി അടിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു പരിപാടി നടത്തി പിന്നെ ഒരു പാട്ടും പരിപാടിയൊക്കെ എന്തിനാ ഇത്? അതുപോലെ ഞാൻ അത്ഭുതം തോന്നുന്നുണ്ടോ? എനിക്ക് അത്ഭുതം കേട്ടോ. നിങ്ങളൊന്നും മനസ്സിലെടുക്കണ്ട. എൻ്റെ പൊട്ടത്തരം എന്ന് വിചാരിച്ചാൽ മതി. സുവിശേഷ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയതാ. വേണ്ട, ഇച്ചിവിടെ പുറകോട്ട് പോയിട്ട് ഏതൻ തോട്ടത്തിൽ വെച്ച് തമ്പുരാൻ ഉദ്ഘാടനം നടത്തിയ പ്രസംഗമാണ്. നീ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ ഉദ്ഘാടിപ്പിച്ചാലേ ഉദ്ഘാടനം വരുത്തുള്ളൂ.
അത് ദൈവദാസന്മാരെ മാനിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല, അത് വിട്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വർഷിപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കാറുണ്ട്. അത് തന്നെയാണോ വർഷിപ്പ് എന്നൊന്നും പരിശോധിക്കുന്ന നല്ലതാണ്. വിട്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം പുള്ളി പറയുന്ന ഫെലോഷിപ്പ് എന്ന കൂട്ടായ്മ. പാലയ്ക്ക പിരിഞ്ഞിരിക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് സഭായത്തിൽ വന്നിരുന്ന് ഈശോമശിയെ മാത്രം നോക്കി ആരാൻ നടത്തിക്കൊണ്ട് പോകുന്ന പരിപാടി നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാനും ചിരിക്കാനും സംസാരിക്കാനുള്ള ബോധം സഭയിലെ വിശ്വാസികൾക്കുണ്ടാകണം. അതാ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, കൂട്ടായ്മ. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. നാലാമത്തെ കാര്യം പുള്ളി പറയുന്നത് പ്രീച്ചിങ്ങും ടീച്ചിങ്ങുമാണ്. ഈ ദൈവസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, ദൈവവചനം പഠിപ്പിക്കുക. ഉപദേശിമാരെല്ലാവരും വായി വരുന്നത് പരിശുദ്ധാത്മാവ് നൽകിയെന്ന് പറഞ്ഞ് വിവരക്കേടുകൾ വിളിച്ചെഴുന്നള്ളിക്കരുത്. ഇത് മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ ഇവരെല്ലാം സ്റ്റേജിൽ കയറുമ്പോൾ ആത്മാവ് ഇവരെ നിയന്ത്രിക്കുന്നത്. ഭയങ്കര ആത്മാവാണ്. ആത്മാവ് അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ പുള്ളി പറഞ്ഞു, ഞങ്ങൾ പറയുന്ന പ്രവചനങ്ങളിൽ 30 പ്രവചനം 30 കാര്യം പറഞ്ഞാൽ 29 നിങ്ങൾ വിശ്വസിക്കേണ്ട, ഒന്നേ വിശ്വസിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് പറയുന്നത് അതുകൊണ്ട് തെറ്റൊക്കെ വരുമെന്ന്. അത് വിശ്വപ്രസിദ്ധനായ ഒരു പ്രവാചകനാണ്. അവർക്കൊക്കെയാണ് ഇന്ന് സ്റ്റേജുകളുള്ളത്. എല്ലാ സ്റ്റേജുകളിലും നിറഞ്ഞു കവിഞ്ഞ് നിറഞ്ഞൊഴുകുന്ന ആൾക്കാരാണ് ഈ പറയുന്നത്, ഓർക്കണം. അപ്പൊ ഞാനോട് ദൈവമേ, പ്രവചനത്തിനകത്ത് 29 ബെടായി, ഒരെണ്ണേ ശരിയുള്ളൂ. എന്നിട്ട് പറയണം നിങ്ങൾ അത് എടുത്താൽ മതി, 29 കളഞ്ഞേക്കണം, ഞങ്ങൾ കയ്യിലിട്ടാ പറയുന്നത്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി. അപ്പം പരിശുദ്ധാത്മാവ് അവരോട് ഈ വാചകം അടിച്ച് ഇച്ചിരി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റി, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കുമ്പസാരം. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് അന്നേരം എവിടെ പോയി? എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ ദിവസം വേറൊരാൾ ഇതുപോലെ എന്തോ ഒരു പ്രസംഗിച്ച് എന്തുവാണ്, എന്താ ആരാ ഏലിയാവ്, അതും വിശ്വപ്രസിദ്ധനായ അമേരിക്കയിലെ വലിയൊരു കോൺഫറൻസിനകത്ത് പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിച്ചത്? അദ്ദേഹം പറയാണ് ഏലിയാവ് തിന്നത് മരണാപ്പമാണ്. ആ സ്ത്രീ ഉണ്ടായിക്കൊണ്ട് കൊടുത്തില്ലേ, വിധവ ഉണ്ടായിക്കൊടുത്ത അപ്പം മരണാപ്പമാണ്. അത് കഴിഞ്ഞ് വേറൊരു അപ്പം കഴിച്ചപ്പോഴാണ് അതെല്ലാം വയറ്റിൽ നിന്ന് പോയത്. എവിടുന്ന് ഈ വ്യാഖ്യാനം ഒന്നും വന്നെന്ന് അവസാനം നിങ്ങൾക്കറിയാലോ, പണ്ടത്തെ കണക്ക് പ്രസംഗിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. സോഷ്യൽ മീഡിയക്ക് അത് ഇതൊക്കെ വരുന്നുണ്ട്, ആൾക്കാരെടുത്തിട്ടങ്ങ് പഞ്ഞി കിട്ടും. മൂക്കിനകത്തും വെച്ച് വായിക്കകത്തും പഞ്ഞി വെച്ചു. ഉടനെ പുള്ളി ക്ഷമാപണമായിട്ട് ഒന്ന് പറഞ്ഞു, അത് അന്നേരത്തെ ഒരു രീതിയിൽ പറഞ്ഞു പോകാതെ ക്ഷമിക്കണമെന്ന്. അല്ല, ഈ സ്റ്റേജിൽ കയറുമ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ പറയുന്നതല്ലോ. ഇവരെന്നെ പറഞ്ഞു ആത്മാവ് എന്നോട് ഇപ്പൊ പറയുന്നു പറഞ്ഞല്ലേ ഈ ബടായിയും വൃത്തികേടുകളും മുഴുവൻ പറഞ്ഞു വിടുന്നു. ആരും കേൾക്കുന്നില്ല. ഹലോ, ഇതെല്ലാം കേട്ടിട്ട് തുള്ളി മാറിഞ്ഞ് ആവേശം കൊണ്ട് കയറാ. ഏതാ എന്തോ ഒരു വിവരക്കേട് പറഞ്ഞതാ. അതിനേക്കാളും വലിയൊരു കോൺഫറൻസിനകത്ത് മറ്റൊരു മഹാൻ പ്രസംഗിച്ച പ്രസംഗമാണ് മിരിയാം അസുഖം പിടിച്ച് കിടന്നില്ലേ, കുഷ്ഠരോഗിയായിട്ട് കിടന്നില്ലേ. ആ പുള്ളിയുടെ പ്രസംഗം കേൾക്കണം. മിരിയാമേ, പിശാച് നിന്റെ മേൽ എത്ര പോരാട്ടം ഉണ്ടാക്കിയാലും നിന്നെ കൂടാതെ പാളയം പുറപ്പെടില്ല. നീ പുറത്തു വരണം. ഇന്ന് രാത്രി നിന്റെ പോരാട്ടങ്ങൾ അഴിയാന്ന്. അപ്പൊ ആരാ അവിടെ കുരിശായത്? ആർക്കാ? ദൈവം തമ്പുരാനെ ശിക്ഷിച്ചത്. പക്ഷെ പുള്ളി വ്യാഖ്യാനിച്ചതെന്നറിയാമോ? പിശാചാണ് മിരിയാമിന് കുഷ്ഠം കൊടുത്തത്. മിരിയാമിന് കുഷ്ഠം കൊടുത്ത പിശാചാണോ? മിരിയാമ് തോന്നിവാസം കാണിച്ചിട്ട് ദൈവം ശിക്ഷിച്ച വെളിയിലാക്കിയതാ. പക്ഷെ പുള്ളിക്ക് ആവേശം കയറിയപ്പോൾ മിരിയാമെ നിന്റെ പുറപ്പാടാണ് സഭയുടെ. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല പൊന്നു സഹോദരന്മാർ. എന്റെ പൊട്ടത്തരം കൊണ്ടായിരിക്കാം, എനിക്കിതൊന്നും മനസ്സിലാവും. ഇതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്കിട്ട് പറ്റത്തില്ല. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കുക. പ്രസംഗ സ്റ്റേജുകൾ വായി വരുന്നത് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല. സോ ദയവായി പഠിക്കുക, ദൈവവചനം പഠിക്കുക. പഠിച്ചിട്ട് നല്ല രീതിയിൽ ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുക. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. വചനത്തെ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുക. അപ്പൊ വചനം പഠിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ. സോ പ്രീച്ച്, ടീച്ച്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഭയ്ക്കാൻ നടക്കണം. പിന്നെ പൗലോസ് പറഞ്ഞാൽ ഈ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ കർത്താനെ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി പൗലോസ് പറഞ്ഞ പ്രസംഗിക്കാൻ പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അവിടെ പൗലോസ് പറയുന്നറിയാം, ഞങ്ങൾ അവരെ പ്രസംഗിക്കുന്നു എന്നല്ല പറഞ്ഞു. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത് ഞങ്ങൾ അവനെ പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞു. ബാക്കി നിങ്ങൾക്ക് അറിയാലോ. അറിയത്തില്ലെങ്കിൽ വേണേ കണ്ടുപിടിച്ചാൽ മതി. തൽക്കാലം ഞാൻ പറയുന്നില്ല. വാക്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് റെഫറൻസ് അറിയാം, പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനാരാ? കർത്താവ്.
കർത്താവിനെ പ്രസംഗിക്കാനും കർത്താവിനെ പഠിപ്പിക്കാനും നമ്മുടെ സഭകളിൽ കൂടുതൽ സമയങ്ങൾ കണ്ടെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനം പറഞ്ഞത് അദ്ദേഹം ഞാൻ പറഞ്ഞ ഈ റിക്വാറിന്റെ വാക്കുകളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഇതിൽ അദ്ദേഹം പറയുന്നത് ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ശിഷ്യരെ ആക്കിയെടുക്കുക. എല്ലാവരും ഒന്നും ശിഷ്യരാകാൻ വരുത്തില്ല, പക്ഷെ വരുന്നവരെ നമ്മൾ കണ്ടെത്തണം. അതിന് തെളിവ് തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ എന്നിൽ നിന്ന് കേട്ടതൊക്കെയും മറ്റുള്ളവരെ ഉപദേശിപ്പാൻ തക്ക വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. അപ്പോൾ പൗലോസ് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിൽ നിന്ന് കേട്ട ശിഷ്യഗണങ്ങളും, തിമോഥെയോസ്, തീത്തോസ്, അങ്ങനെയുള്ള ആൾക്കാർ, മർക്കോസ്, അങ്ങനെയുള്ള ഒരു ശിഷ്യഗണം, അവരെ പഠിപ്പിച്ചിട്ടാണ് അവർ മറ്റൊരു കൂട്ടത്തിലേക്ക് പോകുന്നത്, അല്ലെ മറ്റൊരു കൂട്ടരെ പഠിപ്പിക്കും. ഞാൻ ആ വാക്യത്തിന്റെ വിശദീകരണം പറയുന്നില്ല, നിങ്ങൾ കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പൊ ശിഷ്യത്വ പരിശീലനം നടക്കണം. എന്താ പറയുക, സുവിശേഷം പറയാൻ ആൾക്കാർ നമ്മുടെ സഭകളിൽ ഉണ്ടാവണം. അദ്ദേഹം പറഞ്ഞ അവസാനത്തെ കാര്യം ഇവാഞ്ചലിസമാണ്, സുവിശേഷീകരണം. കർത്താവിനെ കുറിച്ച് പറയാത്ത ഒരു സഭ ചത്ത സഭയാണ്. നിങ്ങളിനി എത്ര ആത്മാവിൽ ആരാധിച്ചു തുള്ളി മറിഞ്ഞു എന്ന് പറഞ്ഞാലും കർത്താവിനെ സാക്ഷിക്കാത്ത സഭ, ഞാൻ ഇന്നലെ പഠിപ്പിച്ചതുപോലെ ശരീരം കെട്ടുപോയ നിർജീവമായി പോയ ഒരു ശരീരത്തിന് തുല്യമാണ് സഭ എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് സഭ എന്ത് ചെയ്യണം? കർത്താവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, ഒരു നല്ല സഭയാകണമെങ്കിൽ ആ സഭയ്ക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് കണ്ടുപിടിക്കുക. ചിലരോടൊക്കെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറയും, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇപ്പോഴത്തെ നിങ്ങളുടെ സഭയിൽ? പറഞ്ഞ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് സോറി, ഐ എം നോട്ട്, ഞാൻ അതിനകത്ത് സംതൃപ്തനല്ല. ഓക്കെ, പിന്നെ എങ്ങനെ സംതൃപ്തനാവുന്നേ? അപ്പൊ അവിടെ വചനമൊന്നും പ്രസംഗിക്കത്തില്ല, സാക്ഷി പറഞ്ഞും പാട്ട് പാടിയും ഉള്ള സമയമെല്ലാം കഴിയും. അവസാനം പുള്ളി അങ്ങോട്ട് എഴുതിയിട്ടിരുന്ന് 2 മിനിറ്റ് കാക്കറി പൂക്കറി ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇരിക്കും. അത് മാത്രമല്ല, ചിലപ്പോൾ അങ്ങോട്ട് എടുത്തിട്ടിരുന്ന് ദൈവം വിടിവിക്കാൻ പോവാ, വെടിവെക്കാൻ പോവാ. ഈ വിടിവിക്കലും വെടിവെക്കലും ബോംബ് സ്ഫോടനങ്ങളും മാത്രമേ ഉള്ളൂ സഭയ്ക്കകത്ത്. കാര്യമാത്ര പ്രസക്ത വചനമൊന്നും കേൾക്കാറില്ല. സത്യമാണ്, പല സഭകളിലും പുക മാത്രമേ ഉള്ളൂ, വെടിയില്ല, വെടിയും പുകയും എല്ലാം കഴിയുമ്പോൾ എന്തോ സംഭവിച്ചു, ഉഗ്രം പരിപാടിയായിരുന്നു പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തിട്ട് ഇറങ്ങി പോരത്തേ ഉള്ളൂ. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങളുടെ സഭ ഒരു ക്വാളിറ്റി ഉള്ള സഭയായി മാറണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ക്വാളിറ്റീസ് അതിന് വേണമെന്ന് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, കണ്ടുപിടിച്ചിട്ട് അതുകൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. കേട്ടല്ലോ, ഒരു ഞായറാഴ്ച കുർബാനോട് തീർന്നതല്ല സഭയുടെ ഉത്തരവാദിത്വം. ഈ ജനത്തെ ദൈവവചനം പഠിപ്പിക്കാനും അവരുടെ സാമൂഹിക, ആത്മീയ, മാനസിക വശങ്ങളെ കുറിച്ചെല്ലാം, ഭൗതിക വിഷയങ്ങൾ നമ്മൾ സഭയെ പ്രസംഗിക്കണം. പൗലോസ് ഇങ്ങനെ സ്വർഗത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ ധ്യാനിച്ചിരുന്നിട്ട് എനിക്ക് വെളിപ്പാട് കിട്ടുമെന്ന് പറഞ്ഞൊന്നുമല്ല. പൗലോസ് പറഞ്ഞു പണിയെടുക്കാത്ത തിന്നരുന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞു? സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കണം, കുടുംബജീവിതത്തെക്കുറിച്ച് സഭകളിൽ പഠിപ്പിക്കണം, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് സഭകളിൽ പഠിപ്പിക്കണം, നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ കടപ്പാടിനെ കുറിച്ച് സഭകളിൽ പഠിപ്പിക്കണം. അല്ലാതെ എല്ലാ ആഴ്ചയിലും ദാവീദിനെ കൊണ്ട് നടന്നാൽ പറ്റിയല്ല. എല്ലാം കൃത്യമായിട്ട് ഓരോന്നായിട്ട് മെനക്കെട്ടിരുന്ന് പഠിച്ചിട്ട് സഭകളിലെ വിശ്വാസികളെ ബോധവൽക്കരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക്. സമയം ഏകദേശം തീർന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴല്ലോ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയണമല്ലോ അല്ലേ? നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ട്രയൂണിറ്റിയാണ്. ത്രിയേക ദൈവം എന്നുള്ള വാക്കാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ത്രിയേക ദൈവം ഒരു മിഷണറി ദൈവമാണ്. നിങ്ങൾക്കറിയാമോ? മിഷണറി ദൈവമാണ്. ഒന്ന്, ആദ്യത്തെ സുവിശേഷകൻ, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് അറിയാലോ, എന്തെങ്കിലും ബൈബിളിൽ വിളിച്ചു പറയുന്നതല്ല, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതാണ്. ആരോടെ? ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട്. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവ് ഭൂമി വന്നപ്പോഴല്ലോ, കർത്താവ് പറഞ്ഞൊരു കാര്യം പറയാം. ഈ മിനിസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവ് എന്തോ ചെയ്തേ, ഈ സഭയുടെ മിഷൻ എന്തുവാണെന്ന് ഏറ്റവും ചെറിയ വാക്കുകളിൽ നമുക്ക് നിർവചിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം. യേശു കർത്താവ് ഭൂമിയിൽ എന്ത് ചെയ്തു അതിന്റെ തുടർച്ചയാണ് സഭ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് മിഷൻ. നമ്മളിനി മിഷന് നിർവചനം ഒന്നും കണ്ടുപിടിക്കൊന്നും വേണ്ട. യേശു ഭൂമിയിൽ എന്ത് തുടങ്ങി വെച്ചുവോ അതിന്റെ തുടർച്ച കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് എന്തിനാ വന്നേ? അപ്പൊ കർത്താവ് പറഞ്ഞു, കാണാതെ പോയനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ കർത്താവിന്റെ ഉത്തരവാദിത്വം എന്തുവായിരുന്നു? കാണാതെ പോയനെ തെരഞ്ഞു രക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം കാണാതെ പോയനെ തെരഞ്ഞു വന്ന ഒരാളുണ്ട്.
പാപം നിമിത്തം ദൈവദേശം നഷ്ടപ്പെട്ട് നാണക്കേട് കൊണ്ട് ഓടി ഒളിച്ച് ദൈവസ്ഥലിൽ നിന്ന് മാറിപ്പോയ മനുഷ്യനെ തിരക്കിക്കൊണ്ട് ആദ്യത്തെ ചോദ്യം നിങ്ങൾക്കറിയാലോ, കുഞ്ഞ് കാണാതെ പോയാൽ ആദ്യം അവനെ ഉറക്കെ വിളിക്കുക ചെയ്യുന്നത്, നീ എവിടെയാ കുഞ്ഞെന്ന്. അങ്ങനെയാണെങ്കിൽ ഏദൻ തോട്ടത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അന്വേഷണ ശബ്ദം ആദ്യം കടന്നു ദൈവത്തിന്റെ വയൽ നിന്ന, ആദാമേ നീ എവിടെയാണ്? അവനെ വന്ന് കണ്ടെത്തി അടുത്ത് ചേർത്ത് നിർത്തി പറ്റിയ അബദ്ധത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്ത അനന്തരം ഇതോടുകൂടി നീ അങ്ങ് മുടിഞ്ഞു പോകുന്നു പറഞ്ഞ് അവനെ കളഞ്ഞിട്ട് പോകാതെ നിന്നെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുവൻ വരുമെന്നുള്ള മഹനീയമായ മഹത്വകരമായ പ്രത്യാശ ഉള്ളിൽ നൽകി. സ്ത്രീയുടെ സന്തതിയായ ഒരുവൻ വന്നിട്ട് നിനക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കുമെന്ന് ഇന്നത്തെ സർവ്വമാനവജാതിയുടെ പ്രതിനിധികളായ ആദമിനെ ഹവ്വയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏദൻ തോട്ടത്തിൽ വെച്ച് സുവിശേഷത്തിന്റെ പ്രഥമ പ്രസംഗം നടത്തിയത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം നടത്തിയത് ദൈവം തമ്പുരാനാണ്. സോ അവർ ഗോഡ് ഈസ് എ മിഷണറി ഗോഡ്. ഇനി രണ്ടാമതൊരു ചോദ്യമുണ്ട്, ഏറ്റവും ദൂരെ സഞ്ചരിച്ച മിഷണറി ആരാണ്? നമ്മുടെയൊക്കെ മനസ്സിൽ പലരെ കുറിച്ചും വരും. പൗലോസ് ആയിരിക്കാം, മാർട്ടിൻ ലൂതർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആയിരിക്കാം, വില്യം കേറി ആയിരിക്കാം. അല്ലല്ല കേട്ടോ, അവരാരും അല്ല കേട്ടോ. പൗലോസൊന്നുമല്ല. ഗോഡ് ഹിംസെൽഫ്. നമ്മുടെ കർത്താവാ. ആകാശത്തിൽ എന്ന് പറയുന്ന സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവാ. അത് എത്ര സുന്ദരമായ വാക്കുകളാണ് യോഹന്നാൻ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നറിയാം. വചനം ദൈവത്തോടു കൂടെയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വീണ്ടെടുപ്പിന്റെ ആവശ്യം വന്നപ്പോൾ വീണ്ടെടുക്കപ്പെടേണ്ട ജനതയുടെ അടുക്കലേക്ക് അവരുടെ പരിധിയും പരിമിതിയും അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കി ദുരിതപൂർണമായ ഭൂമിയിലേക്ക് കാൽപാദങ്ങളെ സ്പർശിക്കുവാൻ ഇറങ്ങി വന്ന നമ്മുടെ കർത്താവാ. ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരാള്. അതുകൊണ്ടാണ് പലരും മഹിമകളെ വെടിഞ്ഞവൻ ഇറങ്ങി വന്നതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മതി. എന്നിട്ട് പറയാണ്, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, dwelt among us. നമ്മളെപ്പോലെ ജീവിച്ചു, പട്ടിണിയും പരിവട്ടം അനുഭവിച്ചനായി, ക്ഷീണം അനുഭവിച്ചനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്നിട്ടാണ് കർത്താവ് രക്ഷനെ പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരെ സഞ്ചരിച്ച് മഹിമകളെ വെടിഞ്ഞതാണ് ഭൂമിയിൽ വന്ന ആള് കർത്താവാണ്. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചിട്ട് കൊള്ളണമെന്ന് വിചാരിക്കുക, തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം, അങ്ങനെ വാക്കുകള് മരണം കൊണ്ട് അവസാനിപ്പിക്കാതെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുന്നു. എബ്രായത്തിൽ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരി പിശാചിനെ, മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിക്കാൻ വേണ്ടി മരണത്തിന്റെ അധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയെന്ന് പറയും. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ അവന് സഹായിക്കാൻ കഴിയും, കാരണം അവൻ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികം സഞ്ചരിച്ച് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി വന്ന ആൾ നമ്മുടെ കർത്താവാണ്. മൂന്നാമത്തെ ആള് പരിശുദ്ധാത്മാവാണ്. ഈ ഭൂമിയിൽ മിഷന്റെ സർവ്വപൂർത്തീകരണവും പരിശുദ്ധാത്മാവിനെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഈ മിഷന്റെ തുടക്കം പ്രസംഗിച്ചു തുടങ്ങിയത് പ്രവാചകന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ വീണ്ടെടുപ്പിന്റെ സന്ദേശം പകർന്നു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതിന്റെ നിവർത്തി പരിശുദ്ധാത്മാവിലൂടെയാണ്. കർത്താവിന്റെ ജനനം പരിശുദ്ധാത്മാവിലൂടെയാണ്, വളർച്ച പരിശുദ്ധാത്മാവിലൂടെയാണ്, ജീവിതം പരിശുദ്ധാത്മാവിലൂടെയാണ്, മരണം പരിശുദ്ധാത്മാവിലൂടെയാണ്, ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മ, സ്വർഗാരോഹണം. അങ്ങനെ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും പ്രവചനങ്ങളുടെ സകലത്തിന്റെയും ഉറവിടം ആത്മാവായിരുന്നു. സഭ തുടങ്ങിയതും പരിശുദ്ധാത്മാവിനാണ്, സഭ തുടർന്നതും പരിശുദ്ധാത്മാവിനാണ്, സഭ ഇന്ന് തുടരുന്നതും പരിശുദ്ധാത്മാവിനാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു മിഷണറി ആത്മാവാണ്, അങ്ങനെ നമുക്ക് പറയേണ്ടി വരും. ഇന്ന് വേലയ്ക്ക് വിളിക്കുന്നതും വേലയ്ക്ക് ആക്കുന്നതും വേലയ്ക്ക് കൂടെ ഇരിക്കുന്നതും വേലയ്ക്ക് നിർദ്ദേശം നൽകുന്നതും പോകാൻ പറയുന്നതും പോണ്ടാന്ന് പറയുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ പിതാവ് ആരംഭിക്കുകയും പുത്രൻ നിവർത്തിക്കുകയും ചെയ്ത രക്ഷണീയ പ്രവൃത്തിയെ മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ പറയാം, ട്രൈയൂൺ ഗോഡ് ഈസ് എ മിഷണറി ഗോഡ്. നമ്മുടെ ദൈവം മിഷണറി ദൈവമാണ്. അത് ആ മിഷണറി ദൈവമാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകവും മിഷണറി പുസ്തകമാണ്. തിരുവെഴുത്താണ് മിഷണറി ദൈവത്തെക്കുറിച്ചും മിഷന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നത്. അത് എങ്ങനെ ചെയ്യാം, എന്തിനു ചെയ്യാം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പുസ്തകം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണ്? വി ആർ മിഷണറീസ്. ആ കർത്താവിനെ പിന്തുടർന്ന് നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാണ്. ഞാൻ ആദ്യം ഒരു വാക്യം പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞല്ലോ,
യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞത്, അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങൾ. കർത്താവ് മിഷണറി ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ കർത്താവിന്റെ സഭയെയും ഇന്ന് മിഷണറി ആയിട്ട് ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇന്ന് സുവിശേഷം എത്താത്ത ധാരാളം സ്ഥലങ്ങളുണ്ട്. പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കാനും പോകുവാനും അയക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സുവിശേഷം അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ സഭാ സമൂഹങ്ങളിൽ, സ്ഥലങ്ങളിൽ, നിങ്ങളുടെയൊക്കെ മാതൃ രാജ്യത്ത്, നിങ്ങളുടെ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയാത്ത മനുഷ്യരുണ്ടെങ്കിൽ കാശ് മുടക്കിയെങ്കിലും ഒരു സുവിശേഷ പ്രതി എത്തിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുക. ട്രാക്ട് അച്ചടിച്ചു കൊടുക്കുക. ആൾക്കാരെ പൈസ കൊടുത്താണ് വരുത്തിയിട്ട് എല്ലാ വീടുകളിലും ഒരു സുവിശേഷ പ്രതി എത്തിക്കാൻ വേണ്ടി നമ്മുടെ കാലുകൾ അവിടേക്ക് എത്തണമെന്നില്ല. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, സുവിശേഷം അറിയിക്കുന്ന കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവദാസന്മാരെ, ചർച്ച ചുമ്മാതെ കൂടാനുള്ളൊരു സ്ഥലമല്ല. അതൊരു മിഷൻ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യ സംഘമാണ്. ചെയ്തു തീർക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം. അത് ചെയ്യാത്ത സഭകളോ സംഘടനകളോ ഉണ്ടെങ്കിൽ അത് വെറും സഭകളായിട്ട് മാത്രം, സംഘടനകളായിട്ട് മാത്രം അവശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇനി അവസരം നൽകിയതിന്, എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകിച്ച് അഗാപ്പെ മിനിസ്ട്രിയിൽപ്പെട്ട എല്ലാവരോടും നന്ദിയും പറഞ്ഞുകൊണ്ട്, ഈ രാത്രി സമയത്താണെങ്കിലും കേരളത്തിൽ നിന്നൊക്കെ ഇരുന്ന് കേട്ടവരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കുക. എന്നെ വിളിച്ചവരെ വിളിച്ച് വിമർശിക്കാതിരിക്കുക. ഞാൻ ഇതെല്ലാം സ്വീകരിപ്പാൻ എപ്പോഴും റെഡിയാണ്. എൻ്റെ ഫോൺ നമ്പർ എന്നെ വിളിച്ച ദൈവദാസന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഫോൺ നമ്പർ ഒന്ന് പറയാമോ സാറേ? എൻ്റെ ഫോൺ നമ്പർ 00447478331286. 286 അല്ലേ? ഒന്നുകൂടെ. അതെ. അപ്പൊ താങ്ക് യു, വളരെ സന്തോഷം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സാറ് പുസ്തകം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ പുസ്തകം രണ്ടും തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ലൈവ് വേണമെങ്കിൽ മാറ്റി വന്നിട്ട് ശേഷം സംസാരിച്ചു. ഓക്കെ, അല്ല തീർത്തിട്ട് മതി സാറേ, തീർന്നതിന് ശേഷം. സാർ ഒരു ലൈവ് ഇല്ലല്ലോ? ഇല്ല, ഞങ്ങള് ലൈവിനെ നിർത്തി. ഒരു സംശയം. നമ്മൾ ഈ ചർച്ച